ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. So the next question is the level of oxygen in the blood is known as cyanosis, anoxemia, hypoxemia. പറഞ്ഞു, വേഗം വേഗം ആൻസേഴ്സ് പറഞ്ഞു. Cyanosis, hypoxia, then anoxemia and hypoxemia. പറഞ്ഞു, ആൻസേഴ്സ് പറയുന്നുണ്ടോ? എനിബഡി? ഓക്കെ, അപ്പൊ ഇവിടെ യെസ്, ഡി ആണ് എലിസബത്ത് പറഞ്ഞേക്കുന്ന ആൻസർ. ഓക്കെ, ആൻസർ നോക്കാം. സോ ദ ആൻസർ ദാറ്റ് ഇസ് ഡി, ദാറ്റ് ഇസ് ഹൈപ്പോക്സീമിയ. ഓക്കെ, അപ്പൊ ഹൈപ്പോക്സീമിയ എന്ന് പറഞ്ഞാൽ ഡിക്രീസ്ഡ് ഓക്സിജൻ ലെവൽ ഇൻ ദ ആർട്ടീരിയൽ ബ്ലഡ്. അപ്പൊ ആ ടേംസ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ അവിടെ നിങ്ങൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. സോ വാട്ട് യു മീൻ ബൈ സയനോസിസ്? ഓക്കെ, എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒന്നാണ്, ദാറ്റ് ഇസ് cyanosis. Okay, അപ്പൊ cyanosis എന്ന് പറഞ്ഞാൽ സോ ഇറ്റ് ഈസ് ദ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓഫ് ദ സ്കിൻ, മ്യൂക്കസ് മെംബ്രൈൻ, നെയിൽ, അല്ലെ? ഇപ്പൊ എന്താണ്, ഇപ്പൊ നമ്മൾ യൂഷ്വലി നമ്മൾ പറയുക ഡിസ്കളറേഷൻ ഓർ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓഫ് ദ സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രൈൻ ആണ്. അപ്പൊ ഇത് ഡ്യൂ ടു ഇൻക്രീസ്ഡ് ഡിയോക്സിജനേറ്റഡ് ഹീമോഗ്ലോബിൻ ആണ്, അല്ലെ? ഡ്യൂ ടു ഇൻക്രീസ്ഡ് ഡിയോക്സിജനേറ്റഡ് ഹീമോഗ്ലോബിൻ. അപ്പം അവിടെ നമ്മൾ ഇൻ ദ കാപ്പിലറി ബെഡ്, അതാണ് അവിടെ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഈ സൈനോസിസ് നിങ്ങൾ പഠിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർക്കുക. സൈനോസിസ് ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻടു ടു, ദാറ്റ് ഇസ് സെൻട്രൽ സൈനോസിസ്. ഇപ്പൊ ഒരു ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ടൈപ്പ് ആണ് എന്ന് പറയുന്നത് സെൻട്രൽ സൈനോസിസ്, ആൻഡ് ദ സെക്കൻഡ് വൺ ദാറ്റ് ഇസ് പെരിഫറൽ സൈഗ്നോസിസ്. സെൻട്രൽ സയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സി, സോ ദിസ് ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ക്യാൻ ബി സീൻ ഇൻ ദ ടങ്ക്, ലിപ് മ്യൂക്കോസ. ഓക്കെ, അപ്പൊ ഇവിടെയൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ അവിടെ മെയിൻ ആയിട്ട് നമ്മുടെ ആർട്ടീരിയൽ ഡീസാച്ചുറേഷൻ കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്. ഇനി നമുക്ക് പെരിഫറൽ സൈൻ, ഇപ്പൊ ഇതിന്റെ ഒരു സെൻട്രൽ സൈനോസിന്റെ കോസസ് ക്യാൻ ബി ആസ്ഡ്. ഇപ്പം ഫോർ എക്സാമ്പിൾ കഞ്ചനൈറ്റൽ ഹാർട്ട് ഡിസീസ്, ഓക്കെ, അല്ലെങ്കിൽ സിവിയർ റെസ്പിറേറ്ററി ഡിസീസസ്, അല്ലെങ്കിൽ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ്, ഇതൊക്കെ സെൻട്രൽ സൈനോസിസിന് കാരണമാകുന്ന കാര്യങ്ങളാണ്. വെൻ കം ടു ദ പെരിഫറൽ സൈനോസിസ്, ഇപ്പൊ പെരിഫറൽ എന്ന് പറയുമ്പോൾ വി ക്യാൻ സീ ദ ബ്ലൂഷ് ഡിസ്കളറേഷൻ ഓൺലി ഓൺ ദ എക്സ്ട്രീമിറ്റീസിലാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ അവിടെ ഇത് മെയിൻ ആയിട്ടും വരുന്നത് ഒന്ന് ഷോക്കിന്റെ കേസിൽ വി ക്യാൻ സി. ഇനിയിപ്പം ഹാർട്ട് ഫെയിലിയർ വരാം, നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മൾ ഈ സെൻട്രൽ സൈനോസിസ് എപ്പോഴും നമുക്ക് കാണുന്നത് ഹാർട്ട് ഫെയിലിയർ, കഞ്ചനൈറ്റൽ ഹാർട്ട് ഡിസീസസ് വിത്ത് റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ടിലാണ് എപ്പോഴും കാണുന്നത്. വെൻ കം ടു ദ പെരിഫറൽ സൈനോസിസ്, എക്സ്ട്രിമിറ്റീസ് ഞാൻ പറഞ്ഞു, ഷോക്ക്, ഹാർട്ട് ഫെയിലിയർ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ എക്സസ്ഡ് കോൾഡ് എക്സ്പോഷർ, ഓക്കെ, എക്സസ്ഡ് കോൾഡ് എക്സ്പോഷർ, അല്ലെങ്കിൽ നമ്മുടെ പി വി ഡിയിൽ പെരിഫറൽ വാസ്കുലാർ ഡിസീസ്, ഇതിലൊക്കെ നമ്മൾ കാണുന്നത് പെരിഫറൽ സൈനോസിസ് ആണ്. ഓക്കെ, അപ്പം ജസ്റ്റ് അത് ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് വരുന്ന ടേം ആണ് അനോക്സീമിയ. ഓക്കെ, അനോക്സീമിയ. സോ അതൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക. സോ അനോക്സീമിയ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, നമ്മളിതിപ്പോൾ അങ്ങനെ ഈ ടേം നമ്മളങ്ങനെ യൂഷ്വലി നമ്മൾ പറയുന്നത് കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ഇൻ ദ ആർട്ടീരിയൽ ബ്ലഡ് ആണ്. ഓക്കെ, അപ്പൊ അതൊരു ഓൾഡർ ടേം ആണ് നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ സോ നമ്മളിപ്പം ദാറ്റ് മീൻസ് എക്സ്ട്രീം ഫ്രം ഹൈപ്പോക്സീമിയ, ഹൈപ്പോക്സീമിയനേക്കാളും കുറച്ചും കൂടി, ഹൈപ്പോക്സീമിയനേക്കാളും കുറച്ചും കൂടി കൂടിയ വേരിയേഷൻ ആണ് നമ്മൾ അനോക്സിയ പറയുക. ഓക്കെ, ഇപ്പൊ സിവിയർ ആയിട്ടുള്ള റെസ്പിറേറ്ററി അറസ്റ്റ്, കാർഡിയാക് അറസ്റ്റ്, ആ കേസിലൊക്കെ ഇറ്റ് ക്യാൻ ഹാപ്പൻ. ദെൻ നെക്സ്റ്റ് ഈസ് ഹൈപ്പോക്സിയ. സോ ദാറ്റ് ഇസ് ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഡിക്രീസ് ഓക്സിജൻ ലെവൽ ഇൻ ദ ടിഷ്യൂ, ഓക്സിജൻ ഇൻ ദ ടിഷ്യൂ ലെവൽ. ഓക്കെ, ഇപ്പൊ ഡെഫിഷ്യൻസി ഓഫ് ഓക്സിജൻ അറ്റ് ദ ടിഷ്യൂ ലെവൽ ആണ് നമ്മൾ ഹൈപ്പോക്സിയ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഹൈപ്പോക്സി എന്ന് പറയുമ്പോൾ ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒന്ന് രണ്ട് ടേം ഉണ്ട്. സോ ഒന്നാമത്തത് ദാറ്റ് ഇസ് ഹൈപ്പോക്സിക് ഹൈപ്പോക്സിയ, ഹൈപ്പോക്സിക് ഹൈപ്പോക്സിയ. അപ്പൊ ഹൈപ്പോക്സിക് ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ
നമ്മുടെ ഈ ആർട്ടീരിയൽ ഓക്സിജൻ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുറയുന്ന അല്ലെങ്കിൽ ലോ ആർട്ടീരിയൽ ടെൻഷൻ ഓക്സിജൻ ടെൻഷൻ നമുക്ക് പറയാം. ഓക്കെ, സോ ദ PaO2 is decreased in the hypoxic hypoxia. അപ്പൊ ഇത് മെയിൻ ആയിട്ടും ഇത് ചോദിച്ചിട്ടുണ്ട്, ഹൈപ്പോക്സിക് ഹൈപ്പോക്സിയ ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഒന്ന് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഹൈപ്പോ വെന്റിലേഷൻ ആ കണ്ടീഷനിലൊക്കെയാണ് കാണുന്നത്. പിന്നെ വരുന്ന ഒരു ഹൈപ്പോക്സിയാണ് ദാറ്റ് ഇസ് അനീമിക് ഹൈപ്പോക്സിയ. അനീമിക് ഹൈപ്പോക്സിയ ഇപ്പം ഈ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയും അനീമിയയിൽ അല്ലെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാർബൺ മോണോക്സൈഡ് പോയിസണിങ്ങില് അതിലൊക്കെയാണ് കോമൺ ആയിട്ടും അനീമിക് ഹൈപ്പോക്സിയ കാണാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ വരുന്നതാണ് സ്റ്റാഗ്നന്റ് ഹൈപ്പോക്സിയ. സ്റ്റാഗ്നന്റ് STAGNANT സ്റ്റാഗ്നന്റ് ഹൈപ്പോക്സിയ അല്ലെങ്കിൽ നമ്മൾ അതിനെ സർക്കുലേറ്ററി ഹൈപ്പോക്സിയ എന്നൊക്കെ പറയും. അപ്പൊ അത് ഡ്യൂ ടു ഡിക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ കുറയുന്നത് കൊണ്ട് ഓക്സിജൻ സപ്ലൈയും കുറയുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇൻ കേസ് ഓഫ് ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ ഇൻ കേസ് ഓഫ് ഷോക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ലോക്കൽ ആർട്ടീരിയൽ ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ ഓക്കെ അങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ വരുന്ന ഒരു ടൈപ്പാണ് ഹിസ്റ്റോടോക്സിക് ഹൈപ്പോക്സിയ. ഹിസ്റ്റോടോക്സിക് ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലിലെ ഓക്സിജനെ പ്രോപ്പറായിട്ട് സെല്ലിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ ഈ സയനൈഡ് പോയിസണിങ് ഒക്കെ വരുമ്പോൾ ഈ ഹിസ്റ്റോടോക്സിക് ഹൈപ്പോക്സിയ ആണ് വരുന്നത്. ഓക്കെ, ഇനി വരുന്നതാണ് ഹൈപ്പോക്സീമിയ. നമ്മൾ പറഞ്ഞു നമ്മുടെ ഹൈപ്പോക്സീമിയ ദാറ്റ് ഇസ് ലോ ഓക്സിജൻ ടെൻഷൻ ഓർ ഡെഫിഷ്യൻസി ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ് ആണ് നമ്മൾ ഹൈപ്പോക്സീമിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് വരുന്നത് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ക്യാൻ ഹാപ്പൻ, ഹൈപ്പോക്സീമിയ ക്യാൻ ഹാപ്പൻ. അതുപോലെ തന്നെ ഹൈപ്പോ വെന്റിലേഷനിൽ വരാം. ഓക്കെ, ഹൈപ്പോ വെന്റിലേഷനിൽ വരാം. പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ടും കോമൺ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് പൾമിനറി ഫൈബ്രോസിസ്. അതായത് ഈ ഡിഫ്യൂഷൻ ലിമിറ്റേഷൻ ഉണ്ടാവുന്നു അല്ലെങ്കിൽ ഈ എന്താ പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഓക്സിജൻ മിസ്മാച്ച് വരാം. അപ്പൊ അവിടെ അതുകൊണ്ട് ഈ ഹൈപ്പോക്സിമിയ കോമൺ ആയിട്ട് വരാം. പിന്നെ അതുപോലെ തന്നെ കഞ്ചനൈറ്റൽ ഹാർട്ട് ഡിസീസ് ഇപ്പൊ ഈ കേസിലൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഇത് അസസ് ചെയ്യാൻ വേണ്ടി വി ക്യാൻ ഡു ഓർ വി ക്യാൻ ചെക്ക് ദ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്. അത് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടി നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. ഹൈപ്പോക്സിയ ദാറ്റ് ഇസ് ലോ ഓക്സിജൻ ഇൻ ദ ടിഷ്യൂ അല്ല ഓക്കെ ലോ ഓക്സിജൻ ഇൻ ദ ടിഷ്യൂ ആണ് ദാറ്റ് ഇസ് ഹൈപ്പോക്സിയ. ദെൻ ഹൈപ്പോക്സീമിയ ദാറ്റ് മീൻസ് ലോ ഓക്സിജൻ ഇൻ ദ ബ്ലഡ് ആണ് വരുന്നത്. അനോക്സീമിയ ദാറ്റ് ഇസ് നോ ഓക്സിജൻ ആൻഡ് ഇൻ ദ ബ്ലഡ് ആൻഡ് ഓൾസോ സൈനോസിസ് that is bluish discoloration of skin and mucous membrane due to decreased oxygen supply അല്ലെങ്കിൽ നമുക്ക് പറയാം visible signs of excess reduced oxygen or oxygen carrying capacity of the blood or HB എന്ന് പറയാം. Okay, the next one, hyperpyrexia is 107 degree Fahrenheit, 105 degree Fahrenheit, 103, 101. പറഞ്ഞു, what is hyperpyrexia? ഇതൊക്കെ ബേസിക് ആണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിക്കോ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ബി സി ഓക്കെ ഓക്കെ എനിവേ ബിയും സിയും ആണ് അവിടെ ആൻസർ ആയിട്ട് വന്നേക്കുന്നത്. ഓക്കെ, 105 ദാറ്റ് ഇസ് ലാവണ്യ. ഓക്കെ, നോക്കാം ഏതാണ് ആൻസർ എന്ന് നോക്കാം. ഓക്കെ, സോ ദ ആൻസർ ദാറ്റ് ഇസ് ഹൈപ്പർ പൈറക്സിയ. അപ്പൊ അവിടെ കോമൺ ആയിട്ട് നമുക്കൊരു എന്താ പറയുന്നത് കറക്റ്റ് നമ്മൾ ഹൈപ്പർ പൈറക്സിയ എന്ന് പറയുമ്പോൾ 107 ദാറ്റ് ഇസ് യൂഷ്വലി എബവ് നമ്മൾ പറയുക 106 ഓർ 105. ഇപ്പൊ നമ്മളൊരു ഡേഞ്ചറസ് ആയിട്ട് ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത് ഇഫ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 107 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. സിവിയർലി ഇൻക്രീസിങ് ബോഡി ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് 42 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചർ എലിവേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ഹൈപ്പർ പൈറക്സിയ. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരാം. ഇപ്പം എക്സ്ട്രീംലി എലിവേറ്റഡ് ബോഡി ടെമ്പറേച്ചർ ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 105.8 അല്ലെങ്കിൽ 105 എന്ന് നമ്മൾ പറയാം. പക്ഷെ യൂഷ്വലി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 105. ചില ബുക്കിൽ 105 ആണ്, ചിലത് 106 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. പക്ഷേ 107 ഈസ് എക്സ്ട്രീംലി എലിവേറ്റഡ് ബോഡി ടെമ്പറേച്ചർ ആണ്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് ഇസ്
ദ ഇൻഫ്യൂഷൻ ഓഫ് 500 ml നോർമൽ. പിന്നെ അതുപോലെ തന്നെ ആ ടെമ്പറേച്ചർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താണ് പൈറക്സിയാസ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അതിപ്പോൾ ഏത് കണ്ടീഷനിലാണ് കാണുന്നത് അങ്ങനെ ചോദിക്കാം. അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയാം, ജസ്റ്റ് അത് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചാൽ മതി. ദാറ്റ് സസ്റ്റെയിൻഡ് ഫീവർ കേട്ടിട്ടുണ്ടോ? സസ്റ്റെയിൻഡ് ഫീവർ, സസ്റ്റെയിൻഡ് ഫീവർ, സസ്റ്റെയിൻഡ് ഫീവർ, അല്ലെങ്കിൽ നമ്മൾ ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് കണ്ടിന്യൂസ് ഫീവർ. ഏത് കണ്ടീഷനിലാണ് നമ്മൾ കണ്ടിന്യൂസ് ഫീവർ കാണുക? കണ്ടിന്യൂസ്. ഇനി ആൻസേഴ്സ്. അപ്പൊ ഇവിടെ സസ്റ്റൈൻഡ് ഫീവർ വരുമ്പോൾ എപ്പോഴും ടെമ്പറേച്ചർ നമ്മളുടെ നോർമലിനേക്കാളും കൂടുതലായിരിക്കും ത്രൂ ഔട്ട് എ ഡേ. ഓക്കെ, ഇപ്പൊ ചെറിയ ചെറിയ ഫ്ലക്ച്വേഷൻസ് ക്യാൻ ബി ദർ, അതായത് ഇപ്പൊ ലെസ് ദാൻ 1. ഓക്കെ, ഇൻ 24 hours. അപ്പം ഈ നോർമൽ അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ ഡേ എന്ന് പറയും ടെമ്പറേച്ചർ ഏകദേശം എന്താ പറയുന്നത് എബവ് നോർമൽ തന്നെ. അപ്പം അതിലിങ്ങനെ വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ടൈഫോയിഡ്, വെരി ഗുഡ്. ടൈഫോയിഡ് നമ്മുടെ ഫസ്റ്റ് വീക്ക് ഓഫ് ടൈഫോയിഡിൽ അല്ലെങ്കിൽ ലോബാർ നിമോണിയ, ദാറ്റ് ഇസ് എ ടിപ്പിക്കൽ സൈൻ, ലോബാർ നിമോണിയ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക കണ്ടിന്യൂസ് അല്ലെ സസ്റ്റൈൻഡ് ഫീവറിൽ നോ റിട്ടേൺ ടു ബേസ് ലൈൻ, ബേസ് ലൈനിലേക്ക് വരുന്നില്ല, കൂടി കൂടിയാണ് നിൽക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്ന ഒരു മറ്റൊരു ടെമ്പറേച്ചർ ആണ്, ദാറ്റ് ഇസ് റെമിറ്റന്റ് ഫീവർ, REMITTENT. ഓക്കെ, സോ ദാറ്റ് ഇസ് റെമിറ്റന്റ് ഫീവർ. റെമിറ്റന്റ് ഫീവർ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, എബവ് നോർമൽ ആണ് ത്രൂ ഔട്ട് ദ ഡേ, ബട്ട് ഇറ്റ് ഫ്ലക്ച്വേറ്റ്സ് ഗ്രേറ്റർ ദാൻ 1 degree സെൽഷ്യസ്. ഓക്കെ, ഒരു ഡിഗ്രിയിൽ കൂടുതൽ, ഇപ്പം 100 ആ രീതിയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം യൂഷ്വലി അവിടെ റെമിറ്റന്റ് ഫീവർ എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് എഴുതി വെക്കുക. ഇപ്പം നമുക്ക് നമ്മുടെ ലേറ്റർ സ്റ്റേജ് ഓഫ് ടൈഫോയിഡ് ഫീവറിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കോമൺ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് ബ്രൂസെല്ലോസിസ്. കേട്ടിട്ടുണ്ടോ? ബ്രൂസെല്ലോസിസ്. പിന്നെ ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ്, ഇതിലൊക്കെയാണ് കോമൺ ആയിട്ട് വി ക്യാൻ സി റെമിറ്റന്റ് ഫീവർ. പിന്നെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫീവർ ആണ് ദാറ്റ് ഈസ് ഇന്റർമിറ്റന്റ് ഫീവർ. ഓക്കെ, റെമിറ്റന്റ് കഴിഞ്ഞു, ദെൻ ഇന്റർമിറ്റന്റ് ഫീവർ. അപ്പൊ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ചില സമയങ്ങളിൽ. ഫോർ എ സർട്ടൻ പീരീഡ് ദർ ഇസ് റൈസ് ഓർ എലിവേറ്റ് ബോഡി ടെമ്പറേച്ചർ. അപ്പം ഇവിടെ എന്താ പറയുന്നത്, പക്ഷെ ഇത് കൂടിക്കൊണ്ടിരിക്കും, ബട്ട് ഇറ്റ് റിട്ടേൺസ് ടു നോർമൽ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ 24 hours. 24 hours ഈ ടെമ്പറേച്ചർ ഒരിക്കലെങ്കിലും നോർമലിലേക്ക് വരാം. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഈ ഇന്റർമീഡിയറ്റ് ഫീവർ എന്ന് പറയുമ്പം കോമൺ ആയിട്ട് നമുക്കിപ്പം വരുന്ന കണ്ടീഷൻസ് പറഞ്ഞാൽ സെപ്റ്റിസീമിയ. സെപ്റ്റിസീമിയ എന്ന് പറയുമ്പോൾ നമ്മൾ കൊട്ടേഡിയൻ എന്ന് പറയും. കൊട്ടേഡിയൻസ്, QUOTIDIAN, ക്വട്ടീഡിയൻ ഫീവർ. അപ്പൊ അവിടെ നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് ക്വട്ടീഡിയൻ ഫീവർ നമ്മൾ പറയുന്നത് എന്താണ് പറയുന്നത്, ഡെയിലി റെക്കറൻസ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ഡെയിലി പനി ഉണ്ട് അവിടെ. അപ്പൊ അതിനാണ് നമ്മൾ സെപ്റ്റിസീമിയ അല്ലെങ്കിൽ കൊട്ടീഡിയൻ ഇന്റർമീഡിയറ്റ് ഫീവർ എന്ന് പറയും. പിന്നെ നമ്മൾ പറയുന്നതാണ് ടെർട്ടിയൻ, TERTIAN, ടെർട്ടിയൻ. ഇപ്പൊ ടെർട്ടിയൻ എന്ന് പറയുമ്പം എവറി 48 hours നമ്മൾ പറഞ്ഞു ബാക്ക് ടു അറ്റ് വൺസ് നോർമലിലേക്ക് വരാം, പക്ഷെ ത്രൂ ഔട്ട് ദ ഡേ അല്ലെങ്കിൽ ഇങ്ങനെ ടെമ്പറേച്ചർ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്റർമീഡിയറ്റ് ഫീവർ എന്ന് പറയുന്നത് കോമൺലി വി ക്യാൻ സീൻ ഇൻ നമ്മുടെ പ്ലാസ്മോഡിയം വൾവാക്സ് ഒവാല ഇൻഫെക്ഷൻസിൽ കാണാം. അതുപോലെ തന്നെ ക്വാട്ടൻ ഫീവർ, ക്വാട്ടൻ, QUARTAN, ക്വാട്ടൻ എവറി 72 hours കൂടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചസ് വന്നുകൊണ്ടേ ഇരിക്കും ടെമ്പറേച്ചറിലുള്ളത്. നമുക്ക് കോമൺ ആയിട്ടും കാണാൻ പറ്റുന്നത് മലേറിയയിലാണ്. ഈ രണ്ടും ടെർട്ടിയനും ക്വാർട്ടേനും കോമൺലി വി ക്യാൻ സീൻ ഇൻ മലേറിയ. പിന്നെ വരുന്ന ഒരു ടൈപ്പ് ഫീവർ ആണ് റിലാപ്സിങ് ഫീവർ ഓർ റിലാപ്സ് ഫീവർ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു നോർമൽ ടെമ്പറേച്ചർ ഉണ്ടാവും, എലിവേറ്റഡ് ടെമ്പറേച്ചർ, അതൊരു ഒരു സെപ്പറേറ്റഡ് പീരീഡ്സ് ഉണ്ടാവും, അതാണ് ഒരു റിലാപ്സ് എപ്പിസോഡ് ഉണ്ടാവും, പിന്നെ ഫീവർ വരും, അങ്ങനെ. അപ്പൊ അത് നമുക്ക് ഈ റെക്കറന്റ് ഇൻഫെക്ഷൻസിൽ, ഓക്കെ, ബൊറീലിയ ഇൻഫെക്ഷൻസിലൊക്കെ വെരി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കാണുന്നതാണ്. പിന്നെ വെരി കോമൺ നമുക്ക് ഫെമിലിയർ ആയതാണ് സ്റ്റെപ്പ് ലാഡർ ഫീവർ, STEP. ഓക്കെ, സ്റ്റെപ്പ് ലാഡർ, LADDER, സ്റ്റെപ്പ് ലാഡർ ഫീവർ. ഈ സ്റ്റെപ്പ് ലാഡർ ഫീവറിൽ കുറച്ചും കൂടി നമുക്ക് കാണാൻ പറ്റുന്നത്, അതായത് ആസ് ലൈക്ക് എ ലാഡർ, സ്റ്റെപ്പ് ലാഡറിൽ പോലെ തന്നെയാണ് ഈ ടെമ്പറേച്ചറിലെ വേരിയേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് ഇവിടെ സ്റ്റെപ്പ് ലാഡർ ഫീവർ ടിപ്പിക്കൽ സൈൻ വി ക്യാൻ, അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഫീവർ വി ക്യാൻ സീൻ ഇൻ ടൈഫോയിഡ്. ടൈഫോയിഡിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് ഓഫ് ഫീവർ ആണ് സ്റ്റെപ്പ് ലാഡർ ഫീവർ എന്ന് പറയുന്നത്. പിന്നെ സാഡിൽ ബാക്ക് ഫീവർ, ഇവിടെ നിന്ന് പേര് എഴുതി വെച്ചാൽ മതി. സാഡിൽ, SADDLE, സാഡിൽ ബാക്ക് ഫീവർ.
അപ്പം ചില ഒരു എന്താ പറയുന്ന ഒരു ബൈഫേസിക് പാറ്റേൺ ആണ് ഇവിടെ വരുന്നത്. ആദ്യം ഇനീഷ്യലി നമുക്ക് ഫീവർ ഉണ്ടാവും, അതിനുശേഷം പിന്നെ അതൊന്ന് റെമിഷൻ വരും, ഓക്കെ ആവും. അതിനുശേഷം സെക്കൻഡ് ഫീവർ സ്പൈക്ക് സ്റ്റാർട്ട് ചെയ്യും. അതായത് പനി വരും, കുറയും, പിന്നെയും കുറച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ പനിക്കും. അപ്പൊ കോമൺ ആയിട്ട് നമുക്ക് ഈ സാഡിൽ ബാക്ക് ഫീവർ കാണാൻ പറ്റുന്നത് ഡെങ്കു ഫീവറിലാണ് കോമൺ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ. പിന്നെ ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് പുതിയതായിട്ട് നമ്മൾ കോമൺ ആയിട്ട് ഇപ്പൊ എഴുതുന്നതാണ് FUO, ഫീവർ അൺനോൺ ഒറിജിൻ എന്ന് പറയും. അതായത് ടെമ്പറേച്ചർ മോർ ദാൻ 101 ഡിഗ്രി ആയിരിക്കും ഫോർ എ പീരീഡ് ഓഫ് 3 വീക്ക്. ഓക്കെ, 3 വീക്സ് ആയിട്ട് ടെമ്പറേച്ചർ ആ ഒരു റേറ്റിലാണ് നിൽക്കുന്നത്. ആൻഡ് ഇഫ് വി കനോട്ട് അൺഡയഗ്നോസ്ഡ്, എന്താന്നുള്ളത് നമുക്കൊരു 1 വീക്കിന്റെ ഉള്ളിൽ പ്രോപ്പറായിട്ട് ഡയഗ്നോസും ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ പറയുന്നതാണ് ഫീവർ അൺനോൺ ഒറിജിൻ എന്ന് നമ്മൾ അതിനെ പറയും. ഇപ്പം കോമൺ ആയിട്ട് നമുക്ക് മാലിഗ്നൻസിയിൽ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ ദിസ് ക്യാൻ ഹാപ്പൻ. ഓക്കെ, അപ്പൊ അതാണ് ടൈപ്സ് ഓഫ് ഫീവറും കൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് പോവുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഫ്യൂഷൻ ഓഫ് 500 ml നോർമൽ സലൈൻ ഓവർ 6 hours റിക്വയർസ് ഹൗ മെനി ഡ്രോപ്സ് പെർ മിനിറ്റ് വെൻ ദ ഡ്രോപ്പ് ഫാക്ടർ ഈസ് 15 drops per ml. അപ്പൊ ഒരു ഈ ഡ്രോപ്പ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പറഞ്ഞു ആൻസേഴ്സ്. 23, 21, 17 and 15 drops. പറഞ്ഞു ആൻസേഴ്സ് പറഞ്ഞോ. ഓക്കെ, ബി, ലാവണ്യ ബി. എനി അതർ ആൻസേഴ്സ്? ഓക്കെ, നോക്കാം. നമുക്ക് ബി ആണ് ആൻസർ വന്നത്. സോ ദ ആൻസർ ദാറ്റ് ഇസ് ബി. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഡ്രോപ്പ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുമ്പം എങ്ങനെയാണ് നമ്മൾ ഫ്ലോ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു ഇക്വേഷൻ നിങ്ങളത് അറിയാം, കോമൺ ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കുക. അത് ഫ്ലോ റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം, സോ ഫസ്റ്റ് നമുക്ക് കിട്ടിയ അല്ലെ വോളിയം ടു ബി ഇൻഫ്യൂസ്ഡ് എത്രയാണോ നമുക്ക് കിട്ടിയിരിക്കുന്ന വോളിയം ഇൻറ്റു നമ്മുടെ ഡ്രോപ്പ് ഫാക്ടർ ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്. ഇനിയിപ്പം മൈക്രോ ആണെങ്കിൽ നമ്മൾ 60 ഡ്രോപ്പ് ഫാക്ടർ കൺസിഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ യൂഷ്വലി അവർ തരാറുണ്ട്. സോ നമുക്കവിടെ നമ്മുടെ എന്താ പറയുന്നത് ഡ്രോപ്പ് ഫാക്ടർ അവിടെ തന്നിട്ടുണ്ട്. ദെൻ ഡിവൈഡഡ് ബൈ ടൈം ഇൻറ്റു മിനിറ്റ്സ്. ഓക്കെ, അപ്പൊ നമുക്കിപ്പം 6 hours ആണ് ഇൻറ്റു 60. ഓക്കെ, അങ്ങനെയാണ് അത് നിങ്ങൾക്ക് ആ കിട്ടുന്ന ആ ഒരു ഇക്വേഷൻ പഠിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂസിനെ അതിലേക്ക് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നമുക്ക് കോമൺ ആയിട്ടും ഈ ഡ്രോപ്പ് ഫാക്ടർ മാത്രമായിട്ട് ചോദിക്കാം. ഇപ്പൊ നമ്മുടെ മാക്രോ സെറ്റുകളിലാണെങ്കിലും ഇപ്പൊ മാക്രോയിലാണെങ്കിൽ നമ്മളെ കാലിബ്രേഷൻ യൂഷ്വലി നമ്മുടെ അതിൽ എഴുതിയിട്ടുണ്ടാവും, മാക്രോയിലായാലും മാക്രോ ട്രിപ്സെറ്റിലായാലും. ഇപ്പൊ മാക്രോ ആണെങ്കിൽ നമ്മൾ യൂഷ്വലി പറയുന്നത് 15 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 20 Gits per ml ആണ് നമ്മൾ യൂഷ്വലി നമ്മൾ പറയാറ്. ഇനിയിപ്പോ മൈക്രോ ട്രിപ്സെറ്റ് ആണെങ്കിൽ നമ്മൾ 60. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാൽക്കുലേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം, എന്തായാലും ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇത് പറഞ്ഞതുകൊണ്ട് പറയുന്നതാണ്, നമ്മുടെ പീഡിയാട്രിക് ഡ്രഗ് കാൽക്കുലേഷൻ ഇപ്പൊ നമ്മൾ പഠിക്കുന്നുണ്ട് യങ്സ്, ഫ്രൈഡ്, ക്ലാർക്ക്, ഡില്ലിങ് ഫോർമുല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഫോർമുലകൾ ജസ്റ്റ് വായിച്ചു നോക്കിയിട്ട് വേണം പോവാൻ. ഓക്കെ, the next question, the color of nitrous oxide cylinder is red, French blue, black with white shoulders and black. Color of നൈട്രക്സ് ഓക്സൈഡ് സിലിണ്ടർ. നൈട്രക്സ് ഓക്സൈഡ് സിലിണ്ടറിന്റെ കളർ പറഞ്ഞോ, വേഗം വേഗം ആൻസേഴ്സ് പറഞ്ഞോ.
പറഞ്ഞു വേഗം വേഗം ആൻസേഴ്സ്. ഇതൊക്കെയാണ് ആൻസേഴ്സ്. ഓക്കെ, ബി എലിസബത്ത്. ഓക്കെ, ബി ആണ് മെജോറിറ്റി ആൻസർ വന്നിരിക്കുന്നത്. സോ ദ ആൻസർ ദാറ്റ് ഇസ് ഫ്രഞ്ച് ബ്ലൂ. ഓക്കെ, ബി ആണ് ആൻസർ വരുന്നത്. അപ്പൊ അവിടെ നമ്മൾ നൈട്രക്സ് ഓക്സൈഡ് സിലിണ്ടറിന്റെ കളർ, സോ കോമൺലി വി വിൽ സേ ദാറ്റ് ഫ്രഞ്ച് ബ്ലൂ. പിന്നെ നമുക്ക് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒന്നാണ് ഓക്സിജൻ സിലിണ്ടറിന്റെ കളർ. അത് അവിടെ നിങ്ങൾ എഴുതി വെക്കണം. ബ്ലാക്ക് ബോഡിയാണ് അല്ലെ. സോ ബി, സോ ബ്ലാക്ക് ബോഡിയും വൈറ്റ് ടോപ്പും. ഇത് ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓക്സിജൻ സിലിണ്ടറിന്റെ കളർ ബ്ലാക്ക് ബോഡിയും വൈറ്റ് ടോപ്പും ആണ് മെയിൻ ആയിട്ടും ഇതിൽ വരുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ അതിന്റെ പ്രഷർ, ഓക്സിജൻ സിലിണ്ടറിന്റെ O2 സിലിണ്ടറിന്റെ പ്രഷർ എന്ന് പറയുന്നത് 2200 പൗണ്ട് ഇൻ ഇഞ്ച് ആണ് കേട്ടോ. 2200 പൗണ്ട് ഇൻ ഇഞ്ച് ആണ് നമ്മൾ കോമൺ ആയിട്ടും പറയുന്നത്. ഓക്കെ, അപ്പൊ അത് വെച്ച് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ദെൻ അതുപോലെ തന്നെ നിങ്ങൾ ഈ കളേഴ്സ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇനിയിപ്പോ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ CO2 ആണെങ്കിൽ സോ ദ ഗ്രേ കളറിലായിരിക്കും സിലിണ്ടർ വരിക. ഗ്രേ കളർ കോഡ് ആൻഡ് ഗ്യാസ് സിലിണ്ടർ ജസ്റ്റ് എഴുതി വെക്കുക. ഓക്സിജൻ ബ്ലാക്ക് ബോഡി വൈറ്റ് ടോപ്പ്, CO2 ഗ്രേ കളർ. പിന്നെ നമ്മളിപ്പം ഓൾറെഡി പറഞ്ഞു നൈട്രസ് ഓക്സൈഡ് ആണെങ്കിൽ ഫ്രഞ്ച് ബ്ലൂ ആണ് നമ്മൾ പറയുന്നത്. ദെൻ അപ്പൊ അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ പിന്നെ നിങ്ങൾ ഈ ഓക്സിജനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഓർക്കേണ്ടതാണ് ദ മെത്തേഡ്സ് ഓഫ് ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ അതിൽ നേസൽ കത്തീറ്റർ നോക്കുക. അപ്പം എപ്പോഴും ഇതിൽ പഠിക്കുമ്പോൾ കോമൺ ആയിട്ട് ഓക്സിജൻ ഫ്ലോ റേറ്റ് ആണ് ഇതിൽ കോമൺ ആയിട്ടും ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് വെച്ച് നിങ്ങൾ പോവാ. നേസൽ കത്തീറ്റർ ആണെങ്കിൽ നമുക്ക് 1 to 6 ml/minute നമുക്ക് പോകാൻ വേണ്ടി പറ്റും. അതായത് 44% ഓക്സിജൻ നമുക്ക് അറ്റ് എ ടൈം കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ അത് നമ്മൾ നേസൽ കാനുല വെച്ച് നേസൽ പ്രോങ്സ്, ഈ മെത്തേഡ് ബൈ മീൻസ് ഓഫ് ദിസ് ആണ് നമ്മൾ യൂഷ്വലി നമ്മൾ കൊടുക്കുന്നത്. എപ്പോഴും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ അത്രയും ഓർക്കുക. പിന്നെ എന്താണ് ഈ ഒരു കൺവീനിയന്റ് മെത്തേഡ് ഓഫ് ഓക്സിജൻ ഇൻഹലേഷൻ ചോദിക്കാം. സോ വിച്ച് മെത്തേഡ് ഈസ് ദ മോസ്റ്റ് കൺവീനിയന്റ് മെത്തേഡ് ഓഫ് ഓക്സിജൻ ഇൻഹലേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ നേസൽ കാനുലയാണ്. ദെൻ പിന്നെ നമ്മുടെ സിമ്പിൾ ഫേസ് മാസ്ക്. ഓക്കെ, നമ്മുടെ സിമ്പിൾ ഫേസ് മാസ്ക് ആണെങ്കിൽ നമുക്ക് യൂഷ്വലി 5 to 8 ലിറ്റർ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അതായത് ഒരു 40 to 60% നമുക്ക് ഓക്സിജൻ കൊടുക്കാം. പിന്നെ നമ്മുടെ പാർഷ്യൽ റീബ്രീത്തർ മാസ്ക്, അതിൽ നമുക്കൊരു 6 to 15 ml 15 ലിറ്റർ, ഒരു 70 to 90% കൊടുക്കുക. ആൻഡ് നമ്മുടെ നോൺ റീബ്രീത്തബിൾ മാസ്ക് ആണെങ്കിൽ നമുക്കൊരു 12 to 15 ലിറ്റർ കൊടുക്കാം. ഇനി ദ നെക്സ്റ്റ് ഈസ് ദ വെഞ്ചുറി മാസ്ക്. ഇപ്പോഴും വെഞ്ചറി മാസ്ക് ഫ്രീക്വന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വെഞ്ചറി മാസ്കിൽ നമ്മൾ ഈ ബേസ്ഡ് ഓൺ ദ കളർ കോഡാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത് വെഞ്ചറി മാസ്കിൽ. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടി ഒരു 1 വേർഡ് ലെവലിൽ എപ്പോഴും ചോദിക്കുന്നതാണ് ഇത് പ്രൈമറി ചോയ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ചോയ്സ് ഓഫ് ഓക്സിജൻ തെറാപ്പി ഇൻ ദ COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറയുന്നത് വെഞ്ചറി മാസ്ക് ആണ്. ഓക്കെ, ഇപ്പൊ വെഞ്ചറി മാസ്ക് ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ വെഞ്ചറി മാസ്ക് ആണ് ഫസ്റ്റ് ഓക്സിജൻ തെറാപ്പി ചോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കാം. പിന്നെ ഓക്സിജൻ ഹുഡ് ആണെങ്കിൽ നമ്മൾ 10 to 5 ലിറ്റർ ആണ്. നമ്മൾ TPs ആണെങ്കിലും 10 to 12 ലിറ്റർ ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ആ ഓക്സിജൻ മാസ്കിന്റെ, അതായത് നമ്മുടെ വെഞ്ചറി മാസ്കിന്റെ കളർ കോഡുകൾ ഒന്ന് ജസ്റ്റ് നോക്കി പോകണം. എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അതായത് ഇപ്പൊ ബ്ലൂ ആണെങ്കിൽ നമ്മളുടെ 2 ലിറ്റർ പെർ മിനിറ്റ് ആണ്. ഓക്കെ, 2 ലിറ്റർ പെർ മിനിറ്റ്, അതായത് നമ്മുടെ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ FiO2 എന്ന് പറയുന്നത് 24% ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് ആണെങ്കിൽ 4 ലിറ്റർ പെർ മിനിറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഓക്സിജൻ എന്ന് പറയുന്നത് സാച്ചുറേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 28% ആണ്. ദെൻ ഓറഞ്ച് കളർ ആണെങ്കിൽ അത് 6 ലിറ്റർ പെർ മിനിറ്റ് ആണ് ആൻഡ് ഇറ്റ് ഇസ് 31%. ദെൻ യെല്ലോ ആണെങ്കിൽ അത് 8 ലിറ്റർ പെർ മിനിറ്റ് ആൻഡ് 35%. ദെൻ ഇറ്റ് ഈസ് റെഡ്, ഇഫ് ഇറ്റ് ഇസ് റെഡ് ആണെങ്കിൽ 10 ലിറ്റർ ആൻഡ് 40%. ആൻഡ് ഇറ്റ് ഈസ് ഗ്രീൻ ആണെങ്കിൽ 15 ലിറ്റർ പെർ മിനിറ്റ് ആൻഡ് 60%. അപ്പൊ ഈ വെഞ്ചറി മാസ്കിന്റെ ഓക്സിജൻ ഫ്ലോ റേറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒന്നാണ്. ഓക്കെ, പിന്നെ കോമൺ ആയിട്ട് നിങ്ങൾ അറിയേണ്ട ഒരു 1-2 കാര്യങ്ങൾ ആ ഓക്സിജൻ തെറാപ്പിയിലേക്ക് ജസ്റ്റ് പറയുന്നു. സോ ഈ ഓക്സിജൻ തെറാപ്പിയിൽ നമ്മൾ കോമൺ ആയിട്ട് കേട്ടിരിക്കുന്ന ഒരു പേരാണ് ദാറ്റ് ഇസ് പോൾ ബ്യൂട്ട് എഫക്റ്റ്. PAUL, പോൾ ബ്യൂട്ട്, BEURT, പോൾ ബ്യൂട്ട്
എഫക്റ്റ്. ഓക്കെ, അപ്പൊ അതായത് പോൾ ബ്യൂട്ട് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആസ് എ കോംപ്ലിക്കേഷൻ ഓഫ് ഓക്സിജൻ തെറാപ്പി, സോ ഇതൊരു നമ്മുടെ CNSന് ടോക്സിസിറ്റി ഉണ്ടാവുന്ന ഒരു സ്റ്റേജ് ആണ് പോൾ ബ്യൂട്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഈ രണ്ട് എഫക്റ്റ് നിങ്ങൾ അവിടെ ഒരു ബോക്സിലിട്ട് എഴുതി വെക്കുക. ലോറൻ, LORREN, ലോറൻ സ്മിത്ത്, SMITH, ലോറൻ സ്മിത്ത് എഫക്റ്റ് എന്ന് പറയുന്നത് പൾമിനറി സിസ്റ്റത്തിൽ വരുന്ന കോംപ്ലിക്കേഷൻ ഓഫ് ഓക്സിജൻ തെറാപ്പിയാണ്. പോൾ ബ്യൂററ്റ് എഫക്റ്റ് ടോക്സിസിറ്റി ഓൺ ദ CNS, ലോറൻ സ്മിത്ത് എഫക്റ്റ് ഓക്സിജൻ ടോക്സിസിറ്റി ഇൻ ദ പൾമിനറി സിസ്റ്റം. അപ്പൊ അത് എപ്പോഴും നിങ്ങൾ ഓർക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഓക്സിജൻ, ലോ കോൺസെൻട്രേഷൻ ഓക്സിജൻ ആണ് കോമൺ ആയിട്ട് നമ്മൾ COPD പേഷ്യന്റ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് 1 to 2 liter/minute. ഓക്കെ, അപ്പൊ അത് കോമൺ ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ട് ഓർക്കേണ്ടത്. പിന്നെ ഇപ്പൊ നമ്മൾ അവിടെ ഈ ന്യൂ ബോൺ ബേബീസിൽ നമ്മൾ ഹൈ ഓക്സിജൻ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ലീഡ്സ് ടു ROPL, എറിത്രോലെന്റൽ അല്ലെങ്കിൽ റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി, അല്ലെങ്കിൽ റിറ്റോ ലെന്റൽ ഫൈബ്രോപ്ലേഷ്യ. ഇതാണ് അതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇനിയും ഹൈപ്പോക്സിയയുടെ അല്ലെങ്കിൽ ഡിക്രീസ്ഡ് ഓക്സിജൻ സാച്ചുറേഷന്റെ അല്ലെങ്കിൽ ഹൈപ്പോക്സിയയുടെ ഏർലി സൈൻ എന്ന് പറയുന്നത് എന്താണ്? എനിബഡി? ദ ഏർലി സൈൻ ഓഫ് ഹൈപ്പോക്സിയ, അത് റിപ്പീറ്റഡ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏർലി സൈൻ ഓഫ് ഹൈപ്പോക്സിയ. സോ വാട്ട് ഇസ് ദ ഏർലി സൈൻ ഓഫ് ഹൈപ്പോക്സിയ? നമുക്ക് എപ്പോഴും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് പറഞ്ഞേ, പറയാൻ പറ്റുന്നുണ്ടോ നോക്കി ആൻസർ ഏതാണെന്ന്. പറയാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും? സോ ദ ഏർലി സൈൻ ഓഫ് ഹൈപ്പോക്സിയ, ഏർലി സൈൻ ഓഫ് ഹൈപ്പോക്സിയ, എനിബഡി? വെരി ഗുഡ്, വെരി ഗുഡ്. ദാറ്റ് ഇസ് റെസ്റ്റ്ലെസ്നെസ്. അത് ഫോളോഡ് ബൈ ആണ് അജിറ്റേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ ജസ്റ്റ് അതും കൂടെ ഒന്ന് എഴുതി വെക്കുക. അതായത് ഓക്സിജൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഹൈപ്പോക്സിയ എന്ന് എഴുതുക. എന്നിട്ട് അവിടെ എഴുതുക ഏർലി സൈൻ, ദാറ്റ് ഇസ് റെസ്റ്റ്ലെസ്നെസ്. സൈനോസിസ്, ദാറ്റ് ഇസ് എ ലേറ്റ് സൈൻ. ഓക്കെ, സൈനോസിസ് എന്ന് പറയുന്നത് ലേറ്റ് സൈൻ ആണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇത്രയാണ് അതിനകത്ത് മെയിൻ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഓർക്കുക, നമുക്ക് 100% ഓക്സിജൻ നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ 100% ഓക്സിജൻ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അതോടെ ഒന്ന് നോട്ട് ഡൗൺ, അതും കൊണ്ട് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോ. സോ 100% ഓക്സിജൻ തെറാപ്പി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെത്തേഡാണ് ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പി, HBOT. ഓക്കെ, HBOT, ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പി. അപ്പൊ അതൊരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് മെത്തേഡും കൂടിയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗ്യാസ് ഗാംഗ്രീൻ, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയുന്നത്, ക്രോണിക് വൂണ്ടില്, ഡയബറ്റിക് വൂണ്ടില്, ഡീകംപ്രഷൻ സിക്നസ്സിൽ, അതിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ക്ലിയർ? നെക്സ്റ്റ്, എ Foley's catheter operates by the principle of osmosis, diffusion, gravity, none of this. A Foley's catheter operates by the principle of ABCD. പറഞ്ഞു ആൻസേഴ്സ് ഏതാണെന്ന്. പറഞ്ഞു വേഗം പറഞ്ഞു ആൻസേഴ്സ്. ഓക്കെ, സി സോ എനിവേ സി ആണ് മെജോറിറ്റി ആൻസേഴ്സ്. നോക്കാം ഏതാണ് ആൻസർ നോക്കാം. Okay, so the answer is C. Foley's catheter, which drains, lies on gravity. Urine flow from the bladder to the collection bag placed below the bladder level. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ ബാഗ്, കത്തീറ്റർ ബാഗ് നമ്മൾ ബിലോ ദ ബ്ലാഡർ ലെവൽ, ലോവിലാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിരുന്നത്. സോ ദാറ്റ് ഇസ് ഫോർ ഡ്രെയിനിങ് ഓഫ് യൂറിൻ ബൈ ഗ്രാവിറ്റി. അപ്പൊ അതാണ് അവിടെ മെയിൻ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബൈ ഗ്രാവിറ്റി ആണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ പിന്നെ നിങ്ങൾ ഈ ഹാൻഡ് വാഷിന്റെ സ്റ്റെപ്സ് ഒന്ന് ഓർത്തിട്ട് പോവാ എക്സാമിന് പോകുമ്പോഴത്തേക്കും കേട്ടോ. അത് മറന്നു പോവരുത്. ഞാൻ ഓർമ്മ വന്നതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാവുന്ന ഒന്നാണ്. പിന്നെ അതുപോലെ തന്നെ ചില എന്താ പറയാ
ഈ നമ്മളിപ്പോ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കും ഈ ഗ്യാവേജ് ടു, ഇപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞു ഗ്യാവേജ്. ഓക്കെ, ഈ ഗ്യാവേജ്, ലാവേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിമൂവൽ ഓഫ് ദ സ്റ്റൊമക് കണ്ടന്റ്. അപ്പൊ ഇതുപോലെയുള്ള ട്യൂബുകൾ, ഓക്കെ, ലാബിൻ ട്യൂബ്. ഇപ്പൊ അതുപോലെ തന്നെ നമ്മൾ പല രീതിയിലല്ലേ. ഇപ്പം ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മില്ലർ അബോട്ട് ട്യൂബ്. ഓക്കെ, അതൊരു ഡീകംപ്രഷൻ ട്യൂബാണ്. അപ്പൊ അതുപോലെയുള്ള ഇൻറ്റസ്റ്റൈനൽ ട്യൂബുകൾ. അപ്പൊ അങ്ങനെയുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവുക. ഓക്കെ, അത് ജസ്റ്റ് ആ ഒരു ട്യൂബുകൾ ഏത് കണ്ടീഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് നോക്കിയിട്ട് പോവുക. ദെൻ റിംഗർ ലാക്ടേറ്റ് ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ ഡയേറിയ, ലാക്ടിക് acidosis, ബേൺസ്, ഹൈപ്പോവൊളീമിയ. സോ റിംഗർ ലാക്ടേറ്റ് ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ വിച്ച് കണ്ടീഷൻ? പറഞ്ഞോ. വളരെ കോമൺ ആണ്. ഇപ്പം നമ്മുടെ സൊല്യൂഷൻസ്, സോ ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഒന്നെങ്കിൽ ഹൈപ്പോട്ടോണിക് അല്ല ഹൈപ്പർട്ടോണിക് ഐസോട്ടോണിക് സൊല്യൂഷൻ ഒരു എക്സാമ്പിൾ ചോദിക്കാം, ഫ്ലൂയിഡിന്റെ ഒരു എക്സാമ്പിൾ ചോദിക്കാം, അല്ലെങ്കിൽ IV ഫ്ലൂയിഡിന്റെ കോംപ്ലിക്കേഷൻസ് ചോദിക്കാം. അപ്പോൾ ആ ഒരു ഫ്ലൂയിഡ് തെറാപ്പി എന്ന് പറയുന്നത്, ക്രിസ്റ്റലോയിഡ്സ് ആൻഡ് കൊളോയിഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, സി. ഓക്കെ, എലിസബത്ത് ബി. ഓക്കെ, ബിയും സിയും ഒക്കെ ആൻസർ വരുന്നുണ്ട്, നോക്കാം. സോ ദ ആൻസർ ദാറ്റ് ഇസ് ലാക്ടിക് എസിഡോസിസ്. ഇപ്പൊ ലാക്ടിക് എസിഡോസിസിലാണ് അത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരുന്നത്. പിന്നെ നിങ്ങൾ ഈ ഫ്ലൂയിഡ് ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് നോക്കുമ്പോൾ അത് ഒന്ന് നോക്കി പോവാം. ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻസ്, ഐസോട്ടോണിക് സൊല്യൂഷൻസ്, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻസ്, ആ രീതിയിൽ ഓരോന്നും നിങ്ങൾ പഠിക്കുക. അപ്പം ഇവിടെ നമുക്കറിയാം സൊല്യൂഷൻസിൽ ജസ്റ്റ് നമ്മൾ പഠിക്കും ഐസോട്ടോണിക്. ഐസോട്ടോണിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈക്വൽ കോൺസെൻട്രേഷനിൽ വരുന്നതാണ് ഐസോട്ടോണിക് എന്ന് പറയുന്നത്. അപ്പൊ അതിലാണ് നമ്മളുടെ NS 0.9% NS, പിന്നെ അതുപോലെ നമ്മുടെ ആറിലൊക്കെ ഒരു ഐസോട്ടോണിക് സൊല്യൂഷൻസ് ആണ്. നോട്ട് ഡൗൺ ചെയ്ത് വെക്കണേ. ഓക്കെ, RLൊക്കെ ഐസോട്ടോണിക് സൊല്യൂഷൻസ് ആണ്. പിന്നെ വരുന്നതാണ് ഇതിന്റെ എക്സാമ്പിൾസ് ചോദിക്കുന്നതാണ്. അപ്പൊ ഐസോട്ടോണിക്, ദെൻ ഹൈപ്പോട്ടോണിക് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്താ പറയുന്നത്, ഹൈപ്പോട്ടോണിക്കില് സാൾട്ട് കുറവാണ്, അല്ലെങ്കിൽ കുറേ വാട്ടർ ഉണ്ടാവും, അതായത് ഐസോട്ടോണിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നമ്മുടെ ഓസ്മോളാലിറ്റി, ബോഡി ഫ്ലൂയിഡ്സിന്റെ ഓസ്മോളാലിറ്റിനേക്കാളും കുറവായിരിക്കും. അപ്പൊ അതിൽ വരുന്നതാണ് 0.45 അല്ലെങ്കിൽ 0.225 സോഡിയം ക്ലോറൈഡ് ഒക്കെയാണ് കോമൺ ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നതാണ് ഹൈപ്പർടോണിക്. ഹൈപ്പർടോണിക് എന്ന് പറയുമ്പോൾ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ആണ് വരുന്നത്. ഏഹ് അപ്പം ഹൈപ്പർടോണിക് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ 5% NS, മാനിറ്റോള്, അങ്ങനത്തെ ഒക്കെ 3% ഒക്കെ വരുന്നത് ഈ ഹൈപ്പർടോണിക് സൊല്യൂഷൻസ് ആണ്. ഇനിയിപ്പം വെൻ കം ടു റിംഗർ ലാക്ടേറ്റ് സൊല്യൂഷൻ. റിംഗർ ലാക്ടേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനല്ലേ ഹാർട്ട്മാൻ സൊല്യൂഷൻ എന്നും കൂടി പറയും, അല്ലെങ്കിൽ ലാക്ടേറ്റഡ് റിംഗർ സൊല്യൂഷൻ എന്നും കൂടി പറയും. പിന്നെ അതിനകത്ത് നമുക്കിപ്പം റിംഗർ ലാക്ടേറ്റ് സൊല്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ അതിൽ സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, കാൽസ്യം ഉണ്ട്, ക്ലോറൈഡ് ഉണ്ട്, ലാക്ടേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് മെയിൻ ആയിട്ടും വരുന്നത്. പിന്നെ അതിന്റെ ഓസ്മോളാലിറ്റി എന്ന് പറയുന്നത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഓസ്മോളാരിറ്റി എന്ന് പറയുന്നത് 273 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ ആണ്. അതുപോലെ തന്നെ pH ഇതേപോലെ NSന്റെയും ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, pH ദാറ്റ് ഇസ് 6 to 6.5 ആണ്. ഓക്കെ, ഇവിടെ നമ്മളുടെ ഫസ്റ്റ് ലൈനായിട്ട് ഇപ്പൊ നമുക്ക് ലാർജ് എമൗണ്ട് അഗ്രസീവ് ആയിട്ട് നമുക്ക് ഫ്ലൂയിഡ് റീസ്റ്റോർ ചെയ്യണമെങ്കിൽ, റീസസ്റ്റ് ചെയ്യണമെങ്കിൽ വി വിൽ ഓപ്റ്റ് ദിസ് RL. അപ്പൊ അവിടെ ബേൺസിൽ ഹൈപ്പോവൊളീമിയ, അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ, സർജിക്കലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, ട്രോമ, ഷോക്ക്, അങ്ങനെയൊക്കെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ റിംഗർ ലാക്ടേറ്റ് കൊടുക്കും. ഇവിടെ നമ്മൾ ഒരു പൊട്ടാസ്യം റിച്ച് ഫ്ലൂയിഡും കൂടിയാണ് ഈ എന്ത് പറയുന്നത് റിംഗർ ലാക്ടേറ്റ്. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. സോ പേഷ്യന്റ് വിത്ത് കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ ഹൈപ്പർ കേസസിൽ, അതായത് പൊട്ടാസ്യം ഇൻക്രീസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ, അല്ലെങ്കിൽ പേഷ്യന്റ് വിത്ത് കിഡ്നി ഡിസീസസിൽ നമ്മൾ യാതൊരു കാരണവശാലും റിംഗർ ലാക്ടേറ്റ് സൊല്യൂഷൻ കൊടുക്കത്തില്ല. കാരണം ഓൾറെഡി അവർക്ക് പൊട്ടാസ്യം ഇൻക്രീസ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ആ കണ്ടീഷനിൽ നമ്മൾ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഹൈപ്പർ കലീമിയൽ നമ്മൾ യാതൊരു കാരണവശാലും കൊടുക്കത്തില്ല. പിന്നെ നമ്മൾ ഓർക്കുക ഈ
ലിവർ മെറ്റബോളിസത്തിൽ അല്ലെങ്കിൽ ലിവർ ഡിസോർഡർ ഉള്ളവർക്കും നമുക്ക് കൊടുക്കത്തില്ല. കാരണം ദർ ഇസ് ഈ ലാക്ടേറ്റ് മെറ്റബോളിസം അവിടെ ഇമ്പയർ ആവുന്നത് കൊണ്ട് നമ്മൾ കൊടുക്കില്ല. അപ്പൊ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക റിഗാർഡിങ് റിംഗർ ലാക്ടേറ്റ്. Then gradual decrease of body's temperature is to known as liver motus, algar motus, rigor motus, none of the above. പറഞ്ഞു വേം വേം പറഞ്ഞു ആൻസർ. ഓക്കെ ബി. ഓക്കെ ബി ബി എനിവേ ബി ആണ്. ഓക്കെ ലാവണ്യ. ഓക്കെ ലാവണ്യ. നിഷ. ഓക്കെ സോ ബി ബി. ഓക്കെ എനിവേ ബി ആണ് മെജോറിറ്റി ആൻസേഴ്സ്. നോക്കാം ഏതാണ് ആൻസർ എന്ന്. സോ ദ ആൻസർ ഈസ് ബി. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. അപ്പൊ ഇവിടെ നമ്മള് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോക്കി പോവാം. ഇപ്പോൾ നമുക്കിപ്പം യൂഷ്വലി നമ്മൾ പഠിക്കുന്ന സമയത്തായാലും നമ്മൾ ആഫ്റ്റർ ഡെത്ത് നമ്മൾ ആ ചേഞ്ചസ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കും. ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇപ്പം ഫസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെത്ത് മിനിറ്റ്സ് ടു സെക്കൻഡ്സ് അല്ലെങ്കിൽ സെക്കൻഡ്സ് ടു മിനിറ്റ്സ് നടക്കുന്നതിൽ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നതാണ്. സോ നമ്മുടെ ഈ എന്താ പറയുന്നത് ബോഡി ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്ത് തുടങ്ങും. ഓക്കെ നമ്മുടെ ഗ്രാജുവൽ ആയിട്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്ത് തുടങ്ങും. അതിന് നമ്മൾ പറയുന്ന പേരാണ് ദാറ്റ് ഇസ് ആൽഗർ മോട്ടിസ്. ഓക്കെ ആൽഗർ മോട്ടിസ് എന്ന് പറഞ്ഞാൽ ഡ്രോപ്സ് ഇൻ ദ ടെമ്പറേച്ചർ. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഒരു ടേം ആണ് ദാറ്റ് ഇസ് പാലർ മോട്ടിസ്. PALLOR പാലർ മോട്ടിസ്. പാലർ മോട്ടിസ് എന്ന് പറഞ്ഞാൽ പെയിൽ സ്കിൻ, അതായത് കാപ്പിലറി സർക്കുലേഷൻ ഒക്കെ കുറയുമ്പോഴത്തേക്കും സ്കിൻ കളർ ചേഞ്ച് ടു പെയിൽ. അതിനാണ് നമ്മൾ പാലർ മോട്ടിസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പാലർ മോട്ടിസ്, അതിനുശേഷമാണ് ഡ്രോപ്പ് ടു ബോഡി ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവുന്നു, അതിന്റെ പേരാണ് ആൽഗർ മോട്ടിസ്. പിന്നെ വരുന്നതാണ് ഓൾ. ഓക്കെ നമ്മൾ പറഞ്ഞു കൂളിംഗ് ഓഫ് ദ ബോഡി എന്ന് വേണമെങ്കിൽ ചോദിക്കാം, അതൊന്നും അറിഞ്ഞിരിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ലിവർ മോർട്ടിസ്. ഓക്കെ ലിവർ മോർട്ടിസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോസ്റ്റ് മോർട്ടം ലിവറിഡിറ്റി എന്ന് പറയും. ഓക്കെ പോസ്റ്റ് മോർട്ടം ലിവറിഡിറ്റി. ഓക്കെ അപ്പൊ അതെന്ന് പറഞ്ഞ ഒന്നുമില്ല, ഈ ഒരു പർപ്പിൾ ഒരു റെഡ് ഡിസ്കളറേഷൻ വരും. ഓക്കെ ഇപ്പൊ അത് ഡിഫറെന്റ് ബോഡി പാർട്ടിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് കാണാൻ പറ്റും. അതായത് ആ ഒരു ബ്ലഡ് ഒന്ന് ഗ്രാവിറ്റേഷണലി എന്താ പറയുന്നത് ഒന്ന് സെറ്റിൽ ആവുന്നതുകൊണ്ടാണ് ആ ഒരു അപ്പിയറൻസ്. ഒരു ഡെത്തായി ഒരു 30 minutes to 2 hours ഉള്ളിൽ അങ്ങനെ വരാറുണ്ട്. ഓക്കെ കോമൺ ആയിട്ടും ഈ പ്രഷർ ഏരിയാസിൽ കുറവാണ്, അല്ലാതെ ബോഡീസ് പാർട്ടിൽ ഇങ്ങനെ ഒരു നമ്മൾ യൂഷ്വലി പറയുന്നത് ചെറി പിങ്ക് കളറിൽ നമുക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ദെൻ ദാറ്റ് ഇസ് ലിവർ മോട്ടിസ്. പിന്നെ വരുന്നതാണ് റൈഗർ മോട്ടിസ്. അതായത് നമ്മുടെ പോസ്റ്റ് മോർട്ടം സ്റ്റിഫ്നെസ് ആണ്. ഓക്കെ സ്റ്റിഫനിങ് ആണ് വരുന്നത്. അപ്പൊ അത് യൂഷ്വലി നമുക്കൊരു 1 to 2 hours ഡെത്തിന്റെ ഉള്ളിൽ തുടങ്ങി ഒരു 12 hours ഉള്ളിൽ അത് ഒരു കംപ്ലീറ്റ് ആവും. ഓക്കെ അപ്പം അപ്പൊ യൂഷ്വലി ആ ഒരു ഓർഡർ ഉണ്ട് ഈ റൈഗർ മോട്ടിസിന്. അതായത് ആദ്യം ഫസ്റ്റ് ഫേസ് സ്റ്റിഫ് ആവും, പിന്നെ നെക്ക് സ്റ്റിഫ് ആവും, പിന്നെ നമ്മുടെ ട്രങ്ക് സ്റ്റിഫ് ആവും, പിന്നെ അപ്പർ ലിംബ് സ്റ്റിഫ് ആവും, പിന്നെ ലോവർ ലിംബ് സ്റ്റിഫ് ആവും. അങ്ങനെയാണ് ആ ഒരു ഓർഡറിലാണ് വരുന്നത്. അതിന് യൂഷ്വലി നമ്മൾ പറയുന്നതാണ് നിസ്റ്റൻസ് ലോ ഓഫ് റൈഗർ മോട്ടിസ് എന്നാണ് പറയുന്നത്. NYSTE'. ഓക്കെ നിസ്റ്റൻസ് ലോ ഓഫ് റൈഗർ മോട്ടിസ് എന്നാണ് പറയുന്നത്. പിന്നെ അതിനുശേഷം നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ചേഞ്ചസിന് നമ്മൾ പറയുന്നതാണ് ഓട്ടോലൈസിസ്. ഓക്കെ ഓട്ടോലൈസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എൻസൈമാറ്റിക് ഒരു എന്താ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഓരോന്നും ലൈസിസ് ചെയ്തൊരു വീക്സ് ടു മന്തിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണ്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് വരുന്ന ഒരു ഫേസ് ആണ് പ്യൂട്ടർഫിക്കേഷൻ. പ്യൂട്രിഫിക്കേഷൻ പ്യൂട്രിഫിക്കേഷൻ. അപ്പൊ അതിലും ഈ നമ്മുടെ ബോഡി കംപ്ലീറ്റ് ഡീകമ്പോസിഷൻ സംഭവിക്കും ബൈ ദ ഹെൽപ്പ് ഓഫ് ബാക്ടീരിയ. അപ്പൊ അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ഒരു ഏർലി സൈൻ ആയിട്ട് നമ്മൾ പറയുന്നതാണ് ഗ്രീനിഷ് ഡിസ്കളറേഷൻ ഓൺ ദ ഇലിയാക് ഫോസ. അപ്പൊ അതാണ് നമ്മൾ കോമൺ ആയിട്ടും പറയുന്നത്. ഓക്കെ അപ്പൊ അത്രയാണ് അവിടെ വരുന്നത്. അപ്പം ഇത് ജസ്റ്റ് നമ്മളൊന്ന് ഓർത്തിരിക്കുക ഈ ചേഞ്ചസ് പാലർ മോട്ടിസ്, ആൽഗർ മോട്ടിസ്, റൈഗർ മോട്ടിസ്, ലിവർ മോട്ടിസ്. അപ്പൊ ആ പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതിന്റെ കൂടെ ഓട്ടോലൈസിസ് ആൻഡ് പ്യൂട്രിഫിക്കേഷൻ. ഓക്കെ
The next is atropine sulfate act as a anti-hypertensive agent, anti-convulsant drug, mitotic drug, pediatric drug. പറഞ്ഞു. വേഗം വേഗം ആൻസേഴ്സ് പറഞ്ഞു. ബി. Any answers? Okay, D. Okay, Elizabeth D. Okay. Okay, നോക്കാം. So that is D. That is midriatric drug ആണല്ലേ? ഇത് ഒരു ആന്റി കോളിനർജിക്സ് ആണ് അട്രോപ്പിൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ കോസ് ന്യൂ പ്യൂപ്പിൾ ഡയലറ്റേഷൻ ഉണ്ടാക്കും. നമ്മൾ ഓർക്ക് ആന്റി കോളിനർജിക് ഡ്രഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എന്താ പറയുന്നത്, നമ്മുടെ അട്രോപ്പിൻ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ഒന്ന് നമ്മൾ കാർഡിയാക്ക് അല്ലേ, നമ്മൾ ബ്രാഡി ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. AV ബ്ലോക്കിൽ നമ്മൾ കൊടുക്കും. അപ്പൊ ആ ഒരു കാർഡിയാക്ക് എന്താ പറയുന്നത് യൂസസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഒപ്താൽമോളജിക്കലി വരുമ്പോൾ മിഡ്രിയാറ്റിക് അല്ലെങ്കിൽ സൈക്ലോപ്ലീജിക് ആണ് അല്ലെ, ഈ റിഫ്രാക്ഷൻ ടെസ്റ്റിന് വേണ്ടിയൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് ഇത്. എപ്പോഴും ഓർക്കുക, അട്രോപ്പിൻ ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ നാരോ ആംഗിൾ ഗ്ലൂക്കോമയിൽ അട്രോപ്പിൻ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ അനസ്തെറ്റിക് എഫക്ട്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സലൈവറി റെസ്പിറേറ്ററി സെക്രീഷൻസ് കുറയ്ക്കാൻ വേണ്ടിയും നമ്മുടെ സർജറിയുടെ സമയത്ത് വാഗൽ ബ്രാഡികാർഡിയ കുറയ്ക്കാൻ വേണ്ടി വി വിൽ ഗിവ് ദിസ് ഈ നമ്മുടെ അട്രോപ്പിൻ കൊടുക്കും. പിന്നെ അവിടെ ഓർത്തിരിക്കുക, നമ്മൾ ഇത്രയാണ് മെയിൻ ആയിട്ട് അവിടെ വരുന്നത്. അട്രോപ്പിൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് മെയിൻ ആയിട്ട് വരേണ്ട ഒരു സൈഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ ഡ്രൈ മൗത്ത് ആണ്. ഓക്കെ, കുറെ ഉണ്ട്, യൂറിനറി റിട്ടൻഷൻ, പിന്നെന്താണ് വിഷ്വൽ പ്രോബ്ലംസ്, CNS പ്രോബ്ലംസ്, ഹൈപ്പർ അങ്ങനെയൊക്കെ വരാം. പക്ഷേ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് ഡ്രൈ മൗത്ത്. പിന്നെ അതിന്റെ കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഈ നമ്മുടെ നാരോ ആംഗിൾ ഗ്ലൂക്കോമയാണ് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഓർക്കുക. അത്രയും കാര്യങ്ങളൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ. The next is during hemodialysis, which of the following drug is used to prevent blood clotting? Protamine, heparin, warfarin, aspirin. പറഞ്ഞോ. പറഞ്ഞു വേഗം പറഞ്ഞു ആൻസേഴ്സ്. ഓക്കെ, ബി എലിസബത്ത്. ഓക്കെ, അപർണ ബി. ബി. ഓക്കെ, ബി. എനിവേ ബി ആണ് കോമൺ ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ ബി ആണ് മെജോറിറ്റി ആൻസേഴ്സ് വന്നേക്കുന്നത്. നോക്കാം ഏതാണ് നമ്മുടെ ആൻസർ നോക്കാം. സോ the answer is heparin. Okay, heparin നമ്മുടെ ക്ലോട്ടിങ് എക്സ്ട്രാ കോർപ്പോറിയൽ സർക്യൂട്ടിൽ ഡ്യൂറിങ് ഡയാലിസിസ് ക്ലോട്ടിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയാ മെഡിസിൻ ആണ് ഹെപ്പാരിൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഈ ഓക്കെ, പിന്നെ കോമൺ ആയിട്ട് എപ്പോഴും ചോദിച്ചു കണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, മോസ്റ്റ് കോമൺ ഓർഗാനിസം ഫോർ കത്തീറ്റർ അസോസിയേറ്റഡ് UTI. നമ്മുടെ റീനൽ സിസ്റ്റം വന്നതുകൊണ്ടാണ് കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന കോമൺ ഓർഗാനിസം ഏതാണ്? എനി ഐഡിയ? കോമൺ ഓർഗാനിസം വിച്ച് കോസ് കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ? പറഞ്ഞു. എനി ഐഡിയ? വെരി ഗുഡ്, ഈ കോളൈ. അപ്പൊ അത് ജസ്റ്റ് ഓർക്കുക. പിന്നെ അതുപോലെ തന്നെ ലെങ്ത് ഓഫ് യൂറിത്ര ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ എപ്പോഴും സിഗ്നിഫിക്കന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇപ്പൊ മെയിലാണെങ്കിൽ നമുക്കറിയാം ലെങ്ത് കൂടുതൽ 18 to 20 cm, ആൻഡ് ഫോർ ഫീമെയിൽസ് യൂറിത്ര ദാറ്റ് ഇസ് 4 cm. അത് എപ്പോഴും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടും എപ്പോഴും നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് ജസ്റ്റ് അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ചോദിക്കുന്നതാണ് ബ്ലഡ് ഫിൽട്ടർ ബാരിയർ ഇൻ കിഡ്നി. ബ്ലഡ് ഫിൽട്രേഷൻ ബാരിയർ ഇൻ കിഡ്നി. ഇനി ഐഡിയ ഒന്ന് എഴുതി വെക്കുക. ബ്ലഡ് ഫിൽട്രേഷൻ ബാരിയർ ഇൻ കിഡ്നി എന്ന് പറയുന്നത് നമ്മുടെ പോഡോസൈറ്റ് സെൽസ് ആണ്. PODOCYTE പോഡോസൈറ്റ് സെൽസ്.
സോറി. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ഫ്രീക്വന്റ്ലി ചോദിക്കുന്നതാണ് ഫങ്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് കിഡ്നി, ദാറ്റ് ഇസ് നെഫ്രോൺ. ഓക്കെ, അപ്പൊ അത് കോമൺ ആയിട്ട് ജസ്റ്റ് ബ്രീഫ് ചെയ്ത അനാട്ടമി, ജസ്റ്റ് എന്തൊക്കെയാണ് ആ സ്ട്രക്ചറിൽ വരുന്നത് എന്നുള്ളത് മാത്രം ഒന്ന് നോക്കുക. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യനിൽ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒന്നാണ് GFR, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. ഇപ്പൊ നോർമൽ നമ്മുടെ GFR എന്ന് പറയുന്നത് എത്രയാണ്? 125 ml/minute. ഇത് വെരി ഫ്രീക്വന്റ്ലി ആസ്ക് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ അതായത് ഒന്നുമില്ല, GFR എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ഓഫ് യൂറിൻ അല്ലെങ്കിൽ ബ്ലഡ്. ഓക്കെ, എത്രമാത്രം ഫിൽട്ടർ ചെയ്തെടുക്കുന്നു, എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ വോളിയം ഓർ എമൗണ്ട് ഓഫ് ഫിൽട്രേറ്റ് ഫോംഡ് ബൈ ഈച്ച് കിഡ്നിനെ നമ്മളത് മിനിറ്റിൽ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് 125 ആണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ 1 ഡേ 24 hours നമ്മൾ പറയുന്നതെങ്കിൽ ദാറ്റ് ഈസ് 180 ലിറ്റർ ആണ് വരുന്നത്. ഓക്കെ, പിന്നെ കോമൺ ആയിട്ട് വരുന്ന ഇൻസുലിൻ ഈസ് യൂസ്ഡ് ടു മെഷർ GFR. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻസുലിൻ ഈസ് യൂസ്ഡ് ടു മെഷർ GFR. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ അവിടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, the next is, which of the following is not a neuroglial cell? Astrocytes, Schwann cells, oligodendrocyte, macroglia. So which of the following is not a neuroglial cell? Neuroglial cell അല്ലാത്തത് ഏതാണ്? പറഞ്ഞു ആൻസേഴ്സ്. പറഞ്ഞു ആൻസേഴ്സ് പറഞ്ഞു, വേഗം വേഗം പറഞ്ഞു. Which of the following is not as a neuroglial cells? ഓക്കെ, സോ എനിവേ ആൻസർ വന്നേക്കുന്നത്, ഓക്കെ നോക്കാം നമുക്ക് ഏത് ആൻസർ എന്ന്. സോ ദ ആൻസർ ഈസ് ബി ആണ്, ഷ്വാൻ സെൽസ് ആണ്. സോ ഓൾ അതർ ആർ ന്യൂറോഗ്ലയൽ സെൽസ്. ഓക്കെ, അപ്പൊ നമ്മുടെ type of glial cell, but they are specifically found in the peripheral nervous system. Okay. Astrocytes, dendrocytes, and microglia are neuroglial cells of the central nervous system. Okay. അത് ഓർക്കുക. Then next, അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾ ജസ്റ്റ് ലോബ്സ് ഓഫ് ബ്രെയിൻ, സ്യൂച്ചേഴ്സ്, ലോബ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ന്യൂറോഗ്ലയൽ സെൽസ്, സ്ട്രക്ചർ ഓഫ് ദ ന്യൂറോൺ, അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. പിന്നെ കാർഡിയാക് സ്ഫിൻക്റ്റർ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ഓപ്പണിംഗ് ഓഫ് അയോട്ട, ജംഗ്ഷൻ ഓഫ് ഈസോഫാഗസ് ആൻഡ് സ്റ്റൊമക്ക്, ജംഗ്ഷൻ ഓഫ് സ്റ്റൊമക്ക് ആൻഡ് ഡിയോഡിനം, ഓപ്പണിംഗ് ഓഫ് പൾമിനറി ആർട്ടറി. സോ വേർ ദ കാർഡിയാക് സ്ഫിൻക്റ്റർ ഈസ് സിറ്റുവേറ്റഡ്? ബി. ഓക്കെ, ബി ആണ് ആൻസർ വന്നേക്കുന്നത്. നോക്കാം. സോ ദ ആൻസർ ഈസ് ബി, ദാറ്റ് ഇസ് ജംഗ്ഷൻ ഓഫ് ഈസോഫാഗസ് ആൻഡ് സ്റ്റൊമക്ക്. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് സ്ട്രക്ചർ നോക്കേണ്ടത് ഞാൻ പറഞ്ഞു, ഒന്ന് ഐ, സ്പെഷ്യലി സ്കിന്ന്, പിന്നെ നമ്മുടെ ഈ ജസ്റ്റ് നമ്മുടെ ബ്ലാഡർ ചോദിക്കാറുണ്ട്, പ്രോസ്റ്റേറ്റ്, യൂറിത്ര, ഇതിന്റെയൊക്കെ മെഷർമെന്റ് ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ സ്റ്റൊമക്ക്. ഓക്കെ, പിന്നെ വരുന്നതാണ് യൂട്രസ്, ഫെലോപ്പിയൻ ട്യൂബ്, ഓവറി, ഇതിന്റെ ലിഗമെന്റ്സോ സ്ട്രക്ചേഴ്സോ, പിന്നെ ബ്രസ്റ്റ്, മാമിലറി ഗ്ലാൻഡ്, അതിന്റെ ചോദിക്കാം. then അതുപോലെ തന്നെ ലിവർ, റീനൽ, നമ്മുടെ കിഡ്നി, ഇത്രയും കാര്യങ്ങൾ ചോദിക്കാം. പിന്നെ ഏതെങ്കിലും ടിപ്പിക്കൽ ടെൻഡൻസ് അല്ലെങ്കിൽ ആക്സിയൽ, അപ്പൻഡിക്കുലർ മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം, ഇതിന്നൊക്കെ കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. പിന്നെ ന്യൂറോൺ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, the double fold of peritoneum that suspends the small intestine from posterior abdominal wall. A mesentery, B visceral peritoneum, C greater omentum, D lesser omentum. പറഞ്ഞോ. A double fold peritoneum that suspends the small intestine from posterior abdominal wall. Options പറയാം. പറഞ്ഞോ പറഞ്ഞോ. Okay. Okay, majority answers. അപ്പൊ ആൻസേഴ്സ് വന്നേക്കുന്നത് എ. ഓക്കെ, ബി ഉണ്ട്, എ ഉണ്ട്. നോക്കാം ഏതാണ് നമ്മുടെ ആൻസർ. സോ ദ ആൻസർ ഈസ് മിസെൻട്രി.
ഇപ്പൊ മിസെൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ദാറ്റ് ഇസ് ഇവിടെ നിങ്ങൾക്ക് വേണമെന്ന് നോട്ട് ഡൗൺ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഡബിൾ ലെയർ ഓഫ് പെരിറ്റോണിയം ആണ്. ഓക്കെ. അപ്പം പോസ്റ്റീരിയർ അബ്ഡോമിനൽ വാളിൽ നിന്ന് നമ്മുടെ ജിജനത്തെയും ഇലിയത്തെയും എന്താണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ പാർട്സിന് സസ്പെൻഡ് ചെയ്ത് നിർത്തുന്നു. അപ്പൊ ഇതിനകത്ത് കുറെ ഈ മിസെൻട്രിക്കകത്ത് ബ്ലഡ് വെസൽസ് ഉണ്ട്, ലിംഫാറ്റിക്സ് ഉണ്ട്, നെർവ്സ് ഉണ്ട്, ഫാറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ. അപ്പം ഈ മിസെൻട്രി ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഇൻറ്റസ്റ്റൈൻസിന് അതിന്റെ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ദെൻ ഇവിടെ നമ്മൾ പറയുന്ന ഒരു മിസെൻട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു ടേം ആണ് മിസെൻട്രി പ്രോപ്പർ. മിസെൻട്രി പ്രോപ്പർ, PROPER, അതായത് മിസെൻട്രി ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ മിസെൻട്രീനെ നമ്മൾ പറയുന്നതാണ് മിസെൻട്രി ഓഫ് പ്രോപ്പർ എന്ന് പറയും. പിന്നെ വരുന്നതാണ് നമ്മുടെ വിസറൽ പെരിറ്റോണിയം. ഓക്കെ. അപ്പം നമ്മുടെ നമുക്കറിയാം നമ്മുടെ സെറസ് മെമ്പറൈൻ വിച്ച് ഡയറക്ട്ലി കവേഴ്സ് ദ എക്സ്റ്റേണൽ സർഫസ് അല്ലെ. അപ്പൊ നമ്മുടെ അബ്ഡോമിനൽ ആൻഡ് പെൽവിക് ഓർഗൻസിനെ കവർ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ അവിടെ അതാണ് മെയിൻ ആയിട്ടും അവിടെ വരുന്നത്. ഇതിനകത്ത് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്സ് ഉണ്ട്. സോ ദിസ് സെക്രീറ്റ്സ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്സ്, ഇതിന് ലൂബ്രിക്കേഷൻ കൊടുക്കുന്നു. ഓക്കെ. അതുകൊണ്ടാണ് നമ്മുടെ വിസറ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ വരുന്ന രണ്ട് സ്ട്രക്ചേഴ്സ് ആണ് ഗ്രേറ്റർ ഒമെന്റം ആൻഡ് ലെസ്സർ ഒമെന്റം. ഓക്കെ. ഗ്രേറ്റർ ഒമെന്റം എന്ന് പറഞ്ഞാൽ ഒരു ഒരു നമ്മുടെ ഒരു ഏപ്രൺ ലൈക്ക് ഡബിൾ ഫോൾഡ് ആണ് പെരിറ്റോണിയത്തിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നത്. ഓക്കെ. അല്ലെങ്കിൽ നമ്മളൊരു ആൻഡ് ഇറ്റ് ഇസ് ഗ്രേറ്റർ കർവേച്ചർ ഓഫ് ദ ഫ്രം ദ ഗ്രേറ്റർ കർവേച്ചർ ഓഫ് ദ സ്റ്റൊമക്ക് ആൻഡ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ഡിയോഡിനം. അതായത് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു ഏപ്രൺ ലൈക്ക് ഒരു സ്ട്രക്ചറാണ് ഗ്രേറ്റർ ഒമെന്റം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് 4 ലെയേഴ്സിൽ ഇങ്ങനെ ഫോൾഡഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ടും ഈ ഗ്രേറ്റർ ഒമെന്റത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാറ്റ് സ്റ്റോറേജ് ആണ്. അപ്പൊ ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് പോലീസ്മാൻ ഓഫ് അബ്ഡോമിൻ. നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം ഇങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ. പോലീസ്മാൻ ഓഫ് അബ്ഡോമിൻ എന്ന് പറയും. ഓക്കെ. കാരണം പിന്നെ അതുപോലെ തന്നെ ഈ ഇൻഫെക്ഷൻസിനെ ഒക്കെ സ്പ്രെഡ് ചെയ്ത് ലിമിറ്റ് ചെയ്ത് നിർത്തുന്നതും നമ്മുടെ ഈ എന്താ പറയുന്നത് ഗ്രേറ്റർ ഒമെന്റ് ആണ്. അതേപോലെ ലെസ്സർ ഒമെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഡബിൾ ലെയർ ആണ്. ലെസ്സർ കർവേച്ചറിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് തൂങ്ങിക്കിടക്കുന്ന ഒരു സ്ട്രക്ചറാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താ പറയുന്നത് മെയിൻ ആയിട്ടുമുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവറിനെയും സ്റ്റൊമക്ക് ഡിയോഡിനം ഇതിനെയൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് നിർത്തുന്നതാണ് ലെസ്സർ ഒമെന്റം എന്ന് പറയുന്നത്. ഓക്കെ. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. Which of the following part of a brain regulates the respiratory process? The vagus nerve, cerebellum, medulla oblongata, cerebrum. The parts of brain. Simply. വളരെ എളുപ്പമാണ്. ജസ്റ്റ് പറഞ്ഞു ആൻസേഴ്സ്. സിമ്പിൾ. വെരി സിമ്പിൾ. ഓക്കെ. ബിയും എയും ഒക്കെ. ഓക്കെ. സി അപർണ. സി നോക്കാം. സോ ഓക്കെ. ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? റെസ്പിറേറ്ററി പ്രോസസ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ദാറ്റ് ഇസ് മെഡുല ഒബ്ലാങ്കേറ്റ. അവിടെ ടൈപ്പ് ചെയ്ത മിസ്റ്റേക്ക് ആണ്. ഓക്കെ. സോ ദ ആൻസർ ഇസ് മെഡുല ഒബ്ലാങ്കേറ്റ ആണ് വൈറ്റൽ പാർട്ട് ഓഫ് ദ ബ്രെയിൻ സ്റ്റെം. അപ്പം റെസ്പിറേറ്ററി അറസ്റ്റ് കാര്യങ്ങളൊക്കെ വരും ഇഫ് ദ മെഡുല ഈസ് ഹേർട്ട്ലി ഇഞ്ചേർഡ്. ഓക്കെ. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. The next is the localized narrowing of aorta is known as aortic aneurysm, coarctation of aorta, aortic knuckle, aortic dissection. പറഞ്ഞോ. Localized narrowing of aorta. Okay. So anyway, answers. ഓക്കെ. ബി ആണ് വന്നേക്കുന്നത്. ഓക്കെ. സോ ദ ആൻസർ ഈസ് കൊയാക്ടേഷൻ ഓഫ് അയോട്ട. പിന്നെ നമുക്ക് അവിടെ കണ്ട ഒരു ടേം ആണ് അയോട്ടിക് അന്യൂറിസം എന്ന് പറഞ്ഞാൽ അബ്നോർമൽ ഡയലറ്റേഷൻ ഓഫ് അയോട്ട അല്ലെ. അപ്പൊ അയോട്ടയുടെ നമുക്കറിയാം. അതുപോലെ തന്നെ ബ്ലഡ് വെസൽസിന്റെ 3 ലെയേഴ്സ്, മീഡിയ, ഇൻറ്റിമ, മീഡിയ അഡ്വെന്റീഷ്യൻ, മീഡിയ. ഓക്കെ. അപ്പൊ അത് ജസ്റ്റ് ഇൻറ്റിമ, മീഡിയ, അഡ്വെന്റീഷ്യൻ എന്ന് ഓർത്ത് വെക്കുക നിങ്ങൾ. അപ്പൊ ഇവിടെ അന്യൂറിസം എന്ന് പറഞ്ഞാൽ അബ്നോർമലി അയോട്ടിക് ഡയലറ്റേഷൻ ഉണ്ടാവും. പിന്നെ അതാണ് മെയിൻ ആയിട്ട് വരുന്നത്. അതിറോസ്ക്ലീറോസിസ് ആണ് അതിന്റെ കോസ് എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. പിന്നെ വരുന്നതാണ് അയോട്ടിക് നക്കിൾ, അയോട്ടിക് നക്കിൾസ്. ഓക്കെ. അപ്പൊ അത് നമുക്ക് ഈ അയോട്ടിക് ആർച്ചിൽ കാണുന്ന ഒരു പ്രൊമിനന്റ് ഔട്ട്ലൈൻ ആണ്. ഓക്കെ. അപ്പൊ അത് നമ്മൾ എക്സ്റേയിൽ അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം
ഇങ്ങനെ പ്രൊമിനന്റ് ആയിട്ട് ഇപ്പം നമുക്ക് ഇപ്പം ഇങ്ങനെ സ്ട്രക്ചറിൽ വരുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു പ്രൊമിനന്റ് പോലെ കാണും. ആ നക്കിൾസ് കൂടുതലും കാണുന്നത് ഈ അന്യൂറിസത്തിലാണ് എല്ലായിടത്തും നക്കിൾസ് കാണുന്നത്. പിന്നെ നമുക്ക് വരുന്ന അടുത്ത സ്ട്രക്ചർ, അടുത്ത ഒരു ടേം ആണ് അയോട്ടിക് ഡിസെക്ഷൻ. ഡിസെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിയർ. ഓക്കെ, നമ്മുടെ ബ്ലഡ് ലെയേഴ്സിൽ ടിയർ വരുന്നു. ആൻഡ് സോ ദാറ്റ് ലീഡ്സ് ടു സെപ്പറേഷൻ ഇന്റിമയ്ക്കും മീഡിയയ്ക്കും, അതായത് ബ്ലഡ് വെസൽസ് ആയ സ്റ്റിയർ ഇൻ ദ ഇന്റിമ മീഡിയ, സോ ദാറ്റ് വിൽ സെപ്പറേറ്റ് ദ ബ്ലഡ് ലെയേഴ്സ്. ഓക്കെ, അപ്പം അതാണ് അവിടെ മെയിൻ ആയിട്ട് മയോട്ടിക് ഡിസെക്ഷൻ എന്ന് പറയുന്നത്. ദെൻ സ്റ്റീറോയിഡ് സിന്തസിസ് ഇസ് ഡൺ ബൈ സിമ്പിൾ ഗോൾഗി അപ്പാരറ്റസ്, ലൈസോസോം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, മൈറ്റോകോൺട്രിയ. പറഞ്ഞോ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റൻ ആണ് സ്റ്റീറോയിഡ് സിന്തസിസ്. ഓക്കെ, ബിയും സിയും. സോ ദ ആൻസർ ഈ സി, ദാറ്റ് ഇസ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. അപ്പൊ നമ്മുടെ സെല്ല് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സ്ട്രക്ചർ ആണ് എപ്പോഴും. അപ്പം ചില ഈ വൺ വേർഡ് കാര്യങ്ങളൊക്കെ അവിടെ ചോദിക്കാം. പിന്നെ അവിടെ ഈ നമ്മൾ പറഞ്ഞു നമ്മുടെ സ്റ്റീറോയിഡ് സിന്തസിസിന് വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം മെയിൻലി, സോ ദ റഫ് ഓക്കെ, സോ ദ റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം റെസ്പോൺസിബിൾ ഫോർ ദ പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ് സിന്തസിസ്. നോട്ട് ഡൗൺ ചെയ്ത് വെക്കണേ. പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ് സിന്തസിസിന് മെയിൻ ആയിട്ട് ഏഡ് ചെയ്യുന്നതാണ് പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ് സിന്തസിസ്. അപ്പൊ അതുപോലെ തന്നെയാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം പ്രോട്ടീനും ലിപ്പിഡ് സിന്തസിസും റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. അതുപോലെ തന്നെ സ്റ്റീറോയിഡും കൊളസ്ട്രോളും. ഓക്കെ, സ്റ്റീറോയിഡ് ആൻഡ് കൊളസ്ട്രോൾ ദാറ്റ് ഇസ് ബൈ ദ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. പിന്നെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പോസ്റ്റ്മാൻ ഓഫ് ദ സെല്ല്. ഓക്കെ, പോസ്റ്റ്മാൻ ഓഫ് ദ സെൽ, ആരെയാണ് നമ്മൾ പോസ്റ്റ്മാൻ ഓഫ് ദ സെൽ എന്ന് പറയുന്നത്? എനി ഐഡിയ? പോസ്റ്റ്മാൻ ഓഫ് ദ സെല്ല്, എനി ഐഡിയ? കേട്ടിട്ടുണ്ടോ പോസ്റ്റ്മാൻ ഓഫ് ദ സെൽ? അല്ലെങ്കിൽ അവിടെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അപ്പൊ നമ്മുടെ ഗോൾഗി അപ്പാരറ്റസിനെയാണ്. ഓക്കെ, ഗോൾഗി അപ്പാരറ്റസ് ഈസ് നോൺ ആസ് പോസ്റ്റ്മാൻ ഓഫ് ദ സെല്ല് നമ്മൾ പറയും. അതുപോലെ തന്നെ സൂയിസൈഡൽ ബാഗ് ഓഫ് സെല്ല്, സൂയിസൈഡൽ ബാഗ്. ഓക്കെ, സൂയിസൈഡൽ ബാഗ് ഓഫ് സെല്ല്, അല്ലെ നമ്മുടെ ഗാർബേജ് സിസ്റ്റം എന്ന് പറയും. സെൽസ് ഗാർബേജ് സിസ്റ്റം എന്ന് പറയുന്നത് ലൈസോസോം. ലൈസോസോമിനെയാണ് സെൽസിന്റെ സൂയിസൈഡ് ബാഗ് ഓഫ് സെല്ല് അല്ലെങ്കിൽ ഗാർബേജ് സിസ്റ്റം എന്നൊക്കെ നമ്മൾ പറയുന്നത്. പിന്നെ കോമൺ ആയിട്ട് പറയുന്നതാണ് പവർ ഹൗസ് ഓഫ് സെല്ല്. പവർ ഹൗസ് ഓഫ് സെല്ല് എന്ന് പറയുന്നത് നമ്മുടെ മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയനെയാണ് നമ്മൾ പവർ ഹൗസ് ഓഫ് സെല്ല് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്താ പറയുക, നമ്മുടെ യൂക്യാരിയോട്ടിക് പ്രൊക്യാരിയോട്ടിക് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. മെയിൻ ഡിഫറൻസ് യൂക്യാരിയോട്ടിക്കിൽ ന്യൂക്ലിയസ് ഉണ്ട്, പ്രൊക്യാരിയോട്ടിക്കിൽ ന്യൂക്ലിയസ് ഇല്ല. ആ ഒരു ഡിഫറൻസ് ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, then prolonged bleeding time is resulting from the electrolyte imbalance, hyperkalemia, hypercalcemia, hypocalcemia, hypokalemia. Prolonged bleeding time is resulting from the electrolyte imbalance. ഏത് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ആണ് കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നത്? പ്രൊലോങ്ഡ് ബ്ലീഡിംഗ് ടൈം. സി, സി. ഓക്കെ, സോ ദാറ്റ് ഇസ് ഹൈപ്പോകാൽസീമിയ. ഇപ്പൊ ബ്ലീഡിംഗ് ക്ലോട്ടിംഗ് ആ ഫാക്ടേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കി തന്നെ പോണം. ഓക്കെ, സോ ദെൻ the next is the maximum amount of gas that can be that can be exhaled after maximum inhalation is vital capacity, expiratory reserve volume, tidal volume, residual volume. അപ്പൊ നമുക്ക് വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ടോട്ടൽ ലങ് കപ്പാസിറ്റീസ് എന്ന് പറയുന്നത്. പറഞ്ഞു ഏതാണ് ആൻസേഴ്സ് എന്ന്. അപ്പൊ ജസ്റ്റ് ഒന്ന് അവിടെ എഴുതി വെച്ചൊന്ന് നോക്കിയാൽ മതി ആ വാല്യൂസ്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ചെസ്റ്റ് ട്യൂബ് ഡ്രെയിനേജ്, അതിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ഓക്കെ ഒന്ന് രണ്ട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ജസ്റ്റ് വെന്റിലേറ്റേഴ്സ് റിലേറ്റഡ് അതൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് പോകണം. സോ പറഞ്ഞു ആൻസേഴ്സ്. സോ മാക്സിമം ലെങ് വോളിയം, maximum amount of gas that can be exhaled after maximum inhalation. പറഞ്ഞു, വേഗം പറഞ്ഞു.
Okay, so the answer is okay. B, A B ഒക്കെയാണ് ആൻസർ വരുന്നത് നോക്കാം. So the answer that is okay, vital capacity. അപ്പൊ ഇവിടെ വൈറ്റൽ കപ്പാസിറ്റി എപ്പോഴും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ അവിടെ അതിന്റെ ഒരു നമ്മളുടെ നോർമൽ വാല്യൂവും കൂടി ജസ്റ്റ് നോക്കി വെക്കാം. ഓക്കെ, അപ്പൊ വൈറ്റൽ കപ്പാസിറ്റിയുടെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 4800 ഇൻ മെയിൽ ആൻഡ് 3100 ഇൻ ഫീമെയിൽസ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ചോദിക്കുന്ന ഒന്നാണ് ടൈഡൽ വോളിയം. ഓക്കെ, ടൈഡൽ വോളിയം കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ ടൈഡൽ വോളിയം എന്ന് പറഞ്ഞ് എന്താ പറയുന്നത്, എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ വോളിയം ഓഫ് എയർ മൂഡ് ഇൻ ഓർ ഔട്ട് ഓഫ് ദ ലങ്സ് ഡ്യൂറിങ് ഈച്ച് ബ്രീത്തിങ്. അപ്പൊ നമ്മുടെ ബ്രീത്തിങ്ങിന്റെ സമയത്ത് എത്ര എമൗണ്ട്, ദ എമൗണ്ട് ഓഫ് വോളിയം അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് വോളിയം ഓഫ് എയർ ഇൻസൈഡ് ആൻഡ് ഔട്ട് ഓഫ് ദ ലങ്സ്. അപ്പൊ നമ്മൾ നോർമൽ അല്ലെങ്കിൽ ഈച്ച് ബ്രീത്തിങ്, അതിനെയാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. അപ്പം അത് എപ്പോഴും ഡിപ്പെൻസ് ഓൺ ദ ഏജ്, വെയിറ്റ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് വരാം. ഓക്കെ, സോ അപ്പൊ അതാണ് 500 ml ആണ് കോമൺ ആയിട്ട് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. പിന്നെ നമ്മൾ അതിനകത്ത് കോമൺ ആയിട്ട് പിന്നെ വരുന്നതാണ് നമ്മുടെ റെസിജ്വൽ വോളിയം. ഇപ്പൊ റെസിജ്വൽ വോളിയം എന്ന് പറയുമ്പോൾ എന്താണ്, എമൗണ്ട് അല്ലെങ്കിൽ വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ മാക്സിമം എക്സലേഷൻ. മാക്സിമം എക്സലേഷന് ശേഷം എത്രമാത്രം എയർ റിമൈനിങ് ആയിട്ടുണ്ട് ലങ്സിൽ, അതിനെയാണ് നമ്മൾ റെസിജ്വൽ വോളിയം എന്ന് പറയുന്നത്. 1200 ടു നമ്മൾ യൂഷ്വലി 1200 ആണ് ഇൻ മെയിൽ ആൻഡ് 1100 ഇൻ ഫീമെയിൽ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്, ഈ റെസിജ്വൽ വോളിയത്തിന് നമ്മൾ പറയുമ്പോൾ ഈ COPD പേഷ്യൻസിന് ഇൻക്രീസ്ഡ് ആയിരിക്കും റെസിജ്വൽ വോളിയം. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ പേഷ്യന്റിന് അല്ലെങ്കിൽ പ്രഗ്നൻസിയിലുള്ളവർക്ക് ഈ റെസിജ്വൽ വോളിയം എന്ന് പറയുന്നത് ഭയങ്കര ഡിക്രീസ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവും. പിന്നെ വരുന്നതാണ് എക്സ്പിരേറ്ററി റിസർവ് വോളിയം. എക്സ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത് ERV. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാക്സിമം വോളിയം ഓഫ് എയർ ദാറ്റ് വി ക്യാൻ എക്സ്ഹേൽ ഫ്രം അല്ലെങ്കിൽ ഫ്രം ദ എൻഡ് ഓഫ് ദ എക്സ്പിറേറ്ററി ലെവൽ. എക്സ്പിറേറ്ററി ലെവൽ അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ എക്സ്പിറേറ്ററി ലെവൽ നമുക്ക് എത്രമാത്രം എയർ എക്സ്ഹേൽ ചെയ്യാൻ പറ്റും, അതിനെയാണ് നമ്മൾ എൻഡ് എക്സ്പിറേറ്ററി വോളിയം എന്ന് പറയാ. ഇൻ കോൺട്രാസ്റ്റ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയത്തിൽ നമുക്ക് എന്താണ് എത്രമാത്രം, അതായത് എക്സ്പിറേറ്ററി അറ്റ് ദ എൻഡ് ഓഫ് ദ എക്സ്പിറേഷൻ എത്രമാത്രം എയർ നമുക്ക് ഇൻഹെയിൽ ചെയ്യാൻ പറ്റും, അതിനെയാണ് നമ്മൾ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. ഇപ്പൊ എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത് 1100 ഇൻ മെയിൽ ആൻഡ് 700 ml ഇൻ ഫീമെയിൽ ആണ് വരുന്നത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ അതെല്ലാം നോക്കി പോവാം. നെക്സ്റ്റ് എനിവേ അവിടെ ABG വാല്യൂസ് അവിടെ ഉണ്ട്, ജസ്റ്റ് നോക്കുക നിങ്ങൾ. സോ ഇവിടെ നോക്കുക, ABG values of a patient shows pH 7.39, PaCO2 400 mm of Hg and PaO2 89 and bicarbonate is 18. So identify the acid base imbalance. അപ്പൊ ഇവിടെ ആസിഡ് ബേസ് ഇംബാലൻസ് എപ്പോഴും പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഒരു ബേസിക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഇപ്പൊ നമുക്കറിയാം PH എന്ന് പറഞ്ഞാൽ വി വിൽ വോളറ്റൈൽ അല്ലെങ്കിൽ ഹൈഡ്രജനെ നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഇപ്പം പവർ ഓഫ് ഹൈഡ്രജൻ ആണ്. അപ്പം സോസൻ സോൺ ഇൻ 1909 അത് ഇൻഡ്യൂസ് ചെയ്തത്. അപ്പൊ നമ്മൾ ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ ബേസ്ഡ് ഓൺ ദ ഹൈഡ്രജൻ പവർ അല്ലെങ്കിൽ ഹൈഡ്രജനെ വെച്ചിട്ടാണ് നമ്മൾ ഒരു സൊല്യൂഷന്റെ അസിഡിറ്റിയും ബേസിസിറ്റിയും നിർണ്ണയിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ മെയിൻ ആയിട്ട് നമുക്ക് ആസിഡ് ഉണ്ട്, അതുപോലെ തന്നെ ബേസും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ആസിഡ് ബേസ് ഇംബാലൻസ് പഠിക്കുമ്പോൾ നോർമൽ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസ് എപ്പോഴും പഠിച്ചു വെക്കാം. അപ്പൊ PH, if the PH is normally നമ്മൾ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് PH എന്ന് പറയുന്നത് 7.35 to 7.45 ആണ്. അപ്പൊ ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ 7.35 ആണ് നമ്മൾ അസിഡോസിസ് അല്ലെങ്കിൽ അസിഡീമിയ എന്ന് പറയും. അത് 6.8 എത്തുമ്പോൾ സോ ദാറ്റ് വിൽ ലീഡ്സ് ടു ഡെത്ത് ഓഫ് ദ പേഴ്സൺ. ഓക്കെ, പിന്നെ വരുന്നതാണ് ഇഫ് ദ PH ഈസ് ഗ്രേറ്റർ ദാൻ 7.45 ആണെങ്കിൽ നമ്മൾ അതിനെ ആൽക്കലോസിസ് എന്ന് പറയും അല്ലെങ്കിൽ ആൽക്കലീമി എന്ന് പറയും. ഇഫ് ദ PH ഈസ് ഗ്രേറ്റർ ദാൻ 7.8 ആണെങ്കിൽ നമ്മൾ വി വിൽ പേഷ്യന്റ് ഡെത്ത് ആയിപ്പോവും. പിന്നെ അവിടെ വരുന്ന അടുത്ത വാല്യൂ എന്ന് പറയുമ്പോൾ PCO2 ദാറ്റ് ഇസ് 35 to 45 mm of Hg. അപ്പൊ അവിടെ ലെസ് ദാൻ 35 ആണെങ്കിൽ നമ്മൾ അതിനെ ഹൈപ്പോ ക്യാപ്നി ഓർ ഹൈപ്പോ കാർബി എന്ന് പറയും. ഗ്രേറ്റർ ദാൻ 35 ആണെങ്കിൽ നമ്മൾ അതിനെ ഹൈപ്പർ ക്യാപ്നി ഓർ ഹൈപ്പർ കാർബി എന്ന് പറയും.
അതാണ് നമ്മൾ ആ ഒരു PCO2ന്റെ വാല്യൂ, ദാറ്റ് ഇസ് 35 to 45 mm of Hg. പിന്നെ ബൈകാർബണേറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 22 to 27 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ ആണ്. ദെൻ PO2 എന്ന് പറയുന്നത് 80 to 100 mm of Hg ആണ്. ആൻഡ് O2 സാച്ചുറേഷൻ ദാറ്റ് ഇസ് 96 to 100. ഇപ്പൊ ഈ നോർമൽ വാല്യൂസ് നിങ്ങൾ പഠിച്ചു വെക്കാം. എന്നിട്ട് ആ ഒരു മെക്കാനിസം പഠിക്കാം. ഫോർ എക്സാമ്പിൾ, PHും ബൈകാർബണേറ്റും ദേ ആർ ഫ്രണ്ട്സ്. ചുമ്മാ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന്. അപ്പൊ PH ഇൻക്രീസ് ചെയ്യുമ്പോൾ ബൈകാർബണേറ്റും ഇൻക്രീസ് ചെയ്യും, PH ഡിക്രീസ് ചെയ്യുമ്പോൾ ബൈകാർബണേറ്റും ഡിക്രീസ് ചെയ്യും. അപ്പൊ PH ആൻഡ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന അവരൊരു എനിമിയാണ്. അപ്പൊ PH ഡിക്രീസ് ചെയ്യുമ്പോൾ ബൈകാർബണേറ്റ്, കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യും. PH ഇൻക്രീസ് ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഡിക്രീസ് ചെയ്യും. ഇവിടെ നമ്മൾ എപ്പോഴും ഓർക്കുക, ഇഫ് ദ ബൈകാർബണേറ്റ് ഈസ് ഇൻക്രീസ് ഓർ ഡിക്രീസ് വിത്ത് PH, അത് മെറ്റബോളിക് ആണ്. ഓക്കെ, ബൈകാർബണേറ്റിലാണ് വേരിയേഷൻസ് വരുന്നത്. ഇറ്റ് ക്യാൻ ബി ഇതർ ഇൻക്രീസ് ഓർ ഡിക്രീസ് വിത്ത് PH ആണെങ്കിൽ അത് എപ്പോഴും ഒന്നെങ്കിൽ അത് മെറ്റബോളിക് അസിഡോസിസ് ആയിരിക്കും, മെറ്റബോളിക് ആൽക്കലോസിസ്. അപ്പൊ ഇത്ര ഓർത്താൽ മതി. നമുക്കൊരു വാല്യൂ തരുമ്പോൾ അതില് ബൈകാർബണേറ്റിന്റെ വാല്യൂസിലാണ് വേരിയേഷൻ വരുന്നതെങ്കിൽ, ഇപ്പൊ നമ്മുടെ ബൈകാർബണേറ്റ് 22 to 27 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നമ്മുടെ ബൈകാർബണേറ്റിന്റെ വാല്യൂ നോക്കുക 18. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ബൈകാർബണേറ്റിന്റെ വാല്യൂ എവിടെ കിട്ടി നമുക്ക്. അപ്പൊ വലിയ മേജർ ചേഞ്ചസ് ഇപ്പൊ നിങ്ങൾ നോക്കുക. ഇതുപോലെ തന്നെ CO2ന്റെ വാല്യൂ നിങ്ങൾ നോക്കുക. അവിടെ നമ്മുടെ CO2ന്റെ വാല്യൂ എത്രയാണ് കൊടുത്തേക്കുന്നത്? 35 to 45. അപ്പൊ ഇവിടെ നമ്മുടെ ഈ ഒരു ലെവലിലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതായത് ബൈകാർബണേറ്റിന്റെ വാല്യൂവിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നു, ഇൻക്രീസ് ഓർ ഡിക്രീസ് വിത്ത് PH ആണെങ്കിൽ മെറ്റബോളിക്. ഇഫ് ദ CO2ന്റെ വാല്യൂ ഇൻക്രീസ് ഓർ ഡിക്രീസ്ഡ് വിത്ത് PH ആണെങ്കിൽ നമ്മൾ അതിന്റെ റെസ്പിറേറ്ററി എന്ന് പറയും. അപ്പൊ ആ രീതിയിലാണ് നിങ്ങൾ റെസ്പിറേറ്ററി ആണോ മെറ്റബോളിക് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു വാല്യൂസ് എപ്പോഴും ഓർത്ത് വെച്ചിട്ട്, ആ ഒരു ബേസിക് വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നൊന്ന് ശ്രമിച്ച് നോക്കുക. പറ്റിയില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് 2-3 ക്വസ്റ്റ്യൻസ് വെച്ച് തന്നെ ചെയ്യാം. The next question is, which of the following describes the correct progression of endometrium through the menstrual cycle? A. Secretory phase, ovulation, proliferative phase, decidualization and menstruation. B. Proliferative, ovulation, secretory phase, decidualization, menstruation. C. Menstruation, secretory phase, decidualization, proliferative phase, ovulation. D. Secretory phase, menstruation, ovulation, proliferative phase, decidualization. പറയാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. അതുപോലെ തന്നെ മെൻസ്ട്രേഷൻ, ഓവുലേഷൻ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആൻസേഴ്സ് പറയാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ഓക്കെ, ബി ആണ്. നോക്കാം. So the answer is B, that is proliferative, ovulation, secretory phase, decidualization and menstruation. So അവിടെ ഫസ്റ്റ് നമ്മുടെ സെക്രട്ടറി. ആഫ്റ്റർ ഓവുലേഷൻ ടു നെക്സ്റ്റ് മെൻസ്ട്രേഷൻ വരെ ആണ് നമ്മുടെ ഈ സെക്രട്ടറി ഫേസ് വരുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, പ്രൊജസ്ട്രോൺ ഫ്രം കോർപ്പസ് ലൂട്ടിയം ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കും. ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഉണ്ടാവും, അതിൽ പ്രൊജസ്ട്രോൺ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കും. അപ്പൊ ഇവിടെ എന്താണ്, എൻഡോമെട്രിയൽ ഗ്ലാൻഡ്സ് കോയിൽ ഔട്ട് ചെയ്യും. അതുപോലെ തന്നെ ഗ്ലൈക്കോജൻ റിച്ച് ഫ്ലൂയിഡ്സ് എന്താണ്, എംബ്രിയോനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ സ്പൈറൽ ആർട്ടറീസ് ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും ടു ഹോൾഡ് അല്ലെങ്കിൽ ടു പ്രൊട്ടക്ട് ദ ബേബി. ഇനിയിപ്പോ ഇല്ല, സോ ദെൻ നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നതാണ്, ഈ ഒരു ഫേസിൽ ഇത്രയും കാര്യങ്ങൾ നടക്കും. ദെൻ നെക്സ്റ്റ് ഇസ് ഡെസിഡ്വലൈസേഷൻ. സോ ഫങ്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എൻഡോമെട്രിയ സ്ട്രോമൽ സെൽസ്. അപ്പൊ ഇവിടെ പ്രൊജസ്ട്രോണിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് സോ ആർ എൻഡോമെട്രിയം, നമുക്കറിയാം നമ്മുടെ പ്രഗ്നന്റ് എൻഡോമെട്രിയത്തെയാണ് നമ്മൾ ഡെസിഡ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ എൻഡോമെട്രി എന്ത് ചെയ്യുന്നു, ഫോർ ഇംപ്ലാന്റേഷൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ സെൽസ് എൻലാർജ് ആവുന്നു, നല്ല രീതിയിലുള്ള വാസ്കുലാരിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, ഒരു എൻഡോമെട്രിയം ഷോസ് എ റിസപ്റ്റീവ്നെസ് ടു എംബ്രിയോ, ആ രീതിയിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ പ്രോലിഫറേറ്റീവ് ഫേസ്. അപ്പൊ ഫ്രം ദ എൻഡ് ഓഫ് മെൻസ്ട്രേഷൻ ആൻഡ് ഓവുലേഷൻ, അപ്പൊ അതായത് ഒരു 5 to 14 ഡേയ്സിൽ ഈ ഈസ്ട്രജൻ ഇൻക്രീസ് ചെയ്യും, ഫോളിക്കിൾസിനെ ഡെവലപ്പ് ചെയ്യും.
but the endometrium regenerates and thickens. അപ്പം ഈ ഗ്ലാൻസ് കുറച്ചും കൂടി സ്ട്രെയിറ്റ് ആൻഡ് നാരോ, സ്പൈറൽ ആർട്ടറീസ് ഇലോങ്ങേറ്റ് ചെയ്യും, സെർവൈക്കൽ മ്യൂക്കസ് ബിക്കം തിന്നർ ആൻഡ് മോർ റിസപ്റ്റീവ് ടു സ്പെർം. അപ്പൊ അവിടെയാണ് ഓവുലേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫേസ് നടക്കുന്നത്. ഇനി പ്രോലിഫറേറ്റീവ് ഫേസിൽ ദെൻ ഓവുലേഷനിൽ 14 ഡേയ്സിലാണ് അത് ഈ LH ലൂട്ടിനൈസിങ് ഹോർമോൺ ട്രിഗർ ചെയ്യും. സോ അപ്പം ഈ ഒരു സമയത്ത് ഈസ്ട്രോജൻ പീക്ക് ആയിരിക്കും, പ്രൊജസ്ട്രോൺ ഇതിന് ശേഷമാണ് റൈസ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ ഈ ഒരു ഓവുലേഷൻ ഫേസിൽ ഏറ്റവും കൂടുതൽ സർജ് ചെയ്യുന്നത് റിഗർ ചെയ്യുന്നത് നമ്മുടെ ലൂട്ടനൈസിങ് ഹോർമോൺ ആണ്. അപ്പൊ ഇവിടെ മെച്ചർ ഫോളിക്കിൾസ് റപ്ചർ ആയിട്ട് റിലീസ് ഓഫ് ഓവം ഉണ്ടാവുന്നു. അപ്പൊ ഈ സമയത്താണ് ബേസൽ ബോഡി ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് അതൊക്കെ ഒരു ഏർലി ഇൻഡിക്കേറ്റർ ആണ് ടു ചെക്ക് ദ ഓവുലേഷൻ. പിന്നെ മെൻസ്ട്രേഷൻ ഡേ 1 to 5 ഓഫ് ദ സൈക്കിൾ. ഇഫ് ദ നോ പ്രഗ്നൻസി ഒക്കെ സോ എഗെയിൻ വാട്ട് വിൽ ഹാപ്പൻസ് മെൻസ്ട്രേഷൻ. അപ്പൊ അവിടെ എന്താണ് മെൻസ്ട്രേഷന്റെ സമയത്ത് ഡ്രോപ്പ് ഓഫ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോണ് ഡ്രോപ്പ് ചെയ്യുന്നു. പിന്നെ ഈ എൻഡോമെട്രിയത്തിന്റെ ലെയേഴ്സ് ഷെഡ് ഔട്ട് ചെയ്ത് പോകുന്നു. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് വരുന്നത്. Then the glucose load given in oral GTT is 50 gram, 75 gram, 100 gram, none of the above. The glucose load given in oral GTT. Glucose load given in oral GTT is 50, 75, 100. പറഞ്ഞു. എത്രയാണ്? സോ ദ വാല്യൂ ദാറ്റ് ഇസ് 75 gram. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസസ് ടെസ്റ്റിൽ നമുക്കറിയാം നോൺ പ്രഗ്നന്റ് ലേഡീസിൽ കണ്ടക്ട് ചെയ്യുന്ന, പ്രഗ്നൻസിയിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ സ്റ്റാൻഡേർഡിലായിട്ട് വി വിൽ അഡ്മിനിസ്റ്റർ 75 gram ആണ്. ഓക്കെ, പിന്നെ ദ നെക്സ്റ്റ് ഇൻ ദ റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ഈസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ലെസ്തിൻ, സെഫാലിൻ, സ്ഫിഗ്മോസിൻ, നൺ ഓഫ് ദീസ്. Respiratory distress syndrome is due to deficiency of A, B, C, D. അത് ബേസിക് ആണ്, നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന ആൻസർ ആണ്. പറഞ്ഞു. ഓക്കെ, സോ ദ ആൻസർ ദാറ്റ് ഇസ് ലെസിത്തിൻ ആണ്. ഇപ്പൊ റെസ്പിറേറ്ററി നിയോനാറ്റൽ റെസ്പിറേറ്ററി സിൻഡ്രോത്തിന്റെ മെയിൻ റീസണിൽ നമ്മളിവിടെ പഠിക്കുന്നതാണ് ഇൻസഫിഷ്യന്റ് പ്രൊഡക്ഷൻ ഓഫ് പൾമിനറി സർഫക്റ്റന്റ്. ഓക്കെ, അപ്പം ഈ സർഫക്റ്റന്റിൽ ദിസ് വിൽ പ്രിവെന്റ് ദ കൊളാപ്സ്. ഓക്കെ, അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ലെസിത്തിൻ. അപ്പം ഈ സർഫസ് ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് നിയോനാറ്റൽ റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ഉണ്ടാകും. ഓക്കെ, ദെൻ പൊട്ടാസ്യം മെറ്റബോളിസം ഈസ് റെഗുലേറ്റഡ് ബൈ വിച്ച് ഹോർമോൺ? Potassium potassium metabolism is regulated by which hormone? Aldosterone, parathyroid hormone, somatostatin, estrogen. Any other answers? Okay, so the answer is A. Okay, A ആണ് ആൻസർ വരുന്നത്. നോക്കാം. Okay, that is aldosterone. Okay, നമ്മുടെ പവർഫുൾ മിനറലോകോർട്ടിക്കോയിഡ് ആണ് നമ്മുടെ ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് വിൽ റെഗുലേറ്റ് ദ പൊട്ടാസ്യം ബാലൻസ് ഇൻ ദ ബോഡി. ഇപ്പൊ ആൽഡോസ്റ്റിറോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഇലക്ട്രോളൈറ്റ് പൊട്ടാസ്യം നമ്മൾ ഓർത്ത് വെക്കുക. അപ്പൊ ജസ്റ്റ് ആൽഡോസ്റ്റിറോൺ നമ്മുടെ സോണ ഗ്ലോമറുലസ് ഓഫ് അഡ്രിനൽ കോർട്ടെക്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റീറോയിഡ് ഹോർമോൺ ആണ്. അപ്പൊ ജസ്റ്റ് അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാ റെഗുലേഷൻ, ടാർഗറ്റ് ഓർഗൻസ് ഏതാണ്, മെയിൻ ആക്ഷൻ. അപ്പൊ ജസ്റ്റ് നിങ്ങൾ അത് നോക്കുക. അപ്പൊ ജസ്റ്റ് ഞാൻ അതിൽ ആ ഒരു ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസിൽ വരുന്ന ഒന്നാണ്. സോ ദാറ്റ് ഇസ് കോൺ സിൻഡ്രോം ആൻഡ് അഡിസൺസ് ഡിസീസ്. ഓക്കെ, ഇപ്പൊ കോൺസ് എന്ന് പറയുമ്പോൾ പ്രൈമറി ഹൈപ്പർ ആൽഡോസ്റ്റിറോണിസം that leads to hypotension, hypokalemia, metabolic acidosis. This is the cons triad. Okay, അപ്പൊ ഇത് അവിടെ വരുന്ന ഒരു ഈ ആൽഡോസ്റ്റിറോൺ സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് ഹൈപ്പർ ആൽഡോസ്റ്റിറോണിസം. സോ ദാറ്റ് ഇസ് കോൺ സിൻഡ്രോം. കോൺസ് ട്രയാഡ് എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പോകലീമിയ, മെറ്റബോളിക് ആൽക്കലോസിസ്. The next one that is Addison's disease, so deficiency of the aldosterone. So that leads to hypotension or hyperkalemia, hypertension and hyperkalemia. പിന്നെ നമുക്ക് വരുന്ന പാരാതൈറോയിഡ്, നമ്മുടെ ചീഫ് സെൽസ് ഓഫ് പാരാതൈറോയിഡ് ഗ്ലാൻഡ് ആണ്, ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. ഓക്കെ,
അപ്പൊ അവിടെ ബോണ് കിഡ്നി അതൊക്കെയാണ് മെയിൻ ആയിട്ടും അഫക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഹൈപ്പർ പാരാതൈറോയിഡിസും ഹൈപ്പോ പാരാതൈറോയിഡിസും ആണ് മെയിൻ ആയിട്ടും വരുന്നത്. അപ്പൊ ഹൈപ്പോ പാരാതൈറോയിഡിസത്തിൽ നിങ്ങൾ ഓർക്കുക ചോസ്റ്റിക് ആൻഡ് ട്രോസിസ്റ്റൈൻ, അതെപ്പോഴും ഓർത്തിരിക്കണം. Then somatostatin, hypothalamus. So, and the pancreatic, alpha cells and GI tract. So, all these are the source of somatostatin, ഒരു peptide hormone ആണ്. So, this will regulation by high glucose, amino acid, fatty acid. അപ്പൊ അതൊക്കെയാണ് അവിടെ മെയിൻ ആയിട്ട് വരുന്നത്. ഈ സൊമാറ്റോസ്റ്റാറ്റിനിൽ നമ്മൾ ഓർത്തിൻ്റെ സൊമാറ്റോസ്റ്റാറ്റിനോമ. സോ അതൊരു ഡയബറ്റിസില് അല്ലെങ്കിൽ സിറ്റോറിയ, ഗോൾ സ്റ്റോൺസിലൊക്കെയാണ് നമുക്ക് ആ ഒരു ഡെഫിഷ്യൻസി കാണാൻ വേണ്ടി പറ്റുന്നത് നോക്കുക. ദെൻ ഈസ്ട്രജൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ഒവേറിയൻ, പ്ലാസിഡ്, അഡിപ്പോസിറ്റ് ഇതൊക്കെ സോഴ്സസ് ഓഫ് ഈസ്ട്രജൻ ആണ്. ഇതൊരു സ്റ്റീറോയിഡ് ഹോർമോൺ ആണ്. അപ്പം മെയിൻ ആയിട്ടും നമ്മുടെ ഫീമെയിൽ സെക്കൻഡറി ക്യാരക്ടറിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്യാൻ, എൻഡോമെട്രിയൽ പ്രോളിഫറേഷൻ ഇൻ കേസ് ഓഫ് പ്രോളിഫറേറ്റീവ് ഫേസിൽ ബോൺ ഡെൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ. ഓക്കെ, ഇപ്പൊ ഈ മെനോപോസിൽ ഈസ്ട്രജൻ ഡെഫിഷ്യൻസി വരുന്നത് കൊണ്ട് മാത്രമാണ് ഈ ബോൺ ഇഷ്യൂസ്, ഓസ്റ്റിയോപൊറോട്ടിക് ചേഞ്ചസ് വരുന്നത്. പിന്നെ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, സിന്തറ്റിക് ഈസ്ട്രജൻ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഇവിടെ ഓർക്കേണ്ടത് ഈ ഈസ്ട്രജന്റെ ടൈപ്സ് ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. ഈസ്ട്രോൺ E1 എന്ന് പറയുന്നത് ഒരു പ്രീഡോമിനന്റ് ഹോർമോൺ ഡ്യൂറിങ് മെനാപോസിൽ കാണുന്നതാണ് E1 ഈസ്ട്രോൺ. Then estradiol, that is E2. So that is predominant estrogen hormone during reproductive years. ഇപ്പോൾ ഉള്ളത് 15 to 45 years വരെ estradiol ആണുള്ളത്. That is E2. Then estriol E3. Estriol അതൊരു predominant estrogen hormone during pregnancy. First detectable at 9 weeks of pregnancy. അപ്പോൾ estriol പ്രഗ്നൻസിയിലാണ്. Then estrol, estratrol, so that is E4. ഇതിന് നമ്മൾ പറയുന്നത് വീക്ക് ഈസ്ട്രജൻ എന്നാണ്. അപ്പം ഓൺലി വി ക്യാൻ ഫൗണ്ട് ദിസ് ഇൻ പ്രഗ്നൻസി. അപ്പോൾ മെനാപോസിൽ E1 ആണ്. നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഏജസിൽ കാണുന്ന നമ്മുടെ ഈസ്ട്രജന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഈസ്ട്രാഡിയോൾ E2 ആണ്. ദെൻ E3 എന്ന് പറയുന്നത് പ്രഗ്നൻസിയിൽ കാണുന്നതാണ്. ദാറ്റ് വീക്ക് ഈസ്ട്രജൻ, ദാറ്റ് ഈസ് ഈസ്ട്രട്രോൾ. സോ ദാറ്റ് ഈസ് വി ക്യാൻ ഓൺലി സീൻ ഇൻ പ്രഗ്നൻസി. അതൊന്ന് ഓർത്ത് വെക്കാം. Then next, the bone cells which synthesize organic bone matrix. നമ്മൾ ആ ബേസിക്സ് ഇന്നലെ പറഞ്ഞതാണ്. ഓസ്റ്റിയോസൈറ്റ്, ഓസ്റ്റിയോക്ലാസ്റ്റ് എന്നൊക്കെ. സൈറ്റ്സ്, ക്ലാസ്റ്റ്, ബ്ലാസ്റ്റ്. ഓക്കെ, സോ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. ഓപ്ഷൻ എ ഓസ്റ്റിയോബ്ലാസ്റ്റ്, ഓപ്ഷൻ ബി ഓസ്റ്റിയോസൈറ്റ്, ഓപ്ഷൻ സി ഓസ്റ്റിയോക്ലാസ്റ്റ്, ഓപ്ഷൻ സി ഓൾ ഓഫ് ദി അബോവ്. സോ ദ ബോൺ സെൽസ് വിച്ച് സിന്തസൈസ് ഓർഗാനിക് ബോൺ മെട്രിക്സ്. പറഞ്ഞു ആൻസേഴ്സ് വേഗം വേഗം. ഓക്കെ, എ, ബി എന്നിവ നോക്കാം. ഓക്കെ, സോ എ ആണ് ആൻസർ. ഓക്കെ, ബ്ലാസ്റ്റ് that means specialized bond formation cells ആണ്. Then next is staining method for demonstrating acid fast bacilli, AFB. Gram stain, Sill Nielsen stain, Albert stain, Ponder stain. പറഞ്ഞോ. വളരെ കോമൺ ആയിട്ട് നമ്മൾ ചോദിക്കുന്നതാണ് ആസിഡ് ഫാസ്റ്റ് ബാസില്ലയിൽ നമ്മുടെ സ്റ്റെയിനിങ് മെത്തേഡ് ഏതാണെന്നുള്ളത്. പറഞ്ഞോ ആൻസേഴ്സ്. വെരി കോമൺ. നോക്കാം. സോ സീൽ നീൽസൺ സ്റ്റെയിൻ. ഓക്കെ, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾക്ക് ഇപ്പം മൈക്കോ ബാക്ടീരിയ ട്യൂബർക്ലോസിസ് അതിലാണ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് ആൽബർട്ട് സ്റ്റെയിൻ. അത് നമ്മളുടെ ഈ കോമൺ ആയിട്ട് ഈ നമ്മുടെ എന്താ പറയുന്നത്, മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കൊറീനിയം ബാക്ടീരിയം, ഡിഫ്തീരിയ ഇല്ലേ, ഡിഫ്തീരിയ അങ്ങനെയുള്ള ബാക്ടീരിയക്കാണ് നമ്മൾ ഈ ടൈപ്പ് സ്റ്റെയിനിങ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ,
അതോടെ ഒന്ന് ഓർത്തിരിക്കുക. സീൽ, നീൽസൺ സ്റ്റെയിൻ എന്ന് പറയുന്നത് മൈക്കോബാക്ടീരിയം, then ആൽബർട്ട് കൊറീനിയം ബാക്ടീരിയം, ഡിഫ്തെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പോണ്ടോസ്റ്റെയിൻ, അതും നമ്മൾ ഈ കൊറീനിയം ബാക്ടീരിയം ഡിഫ്തയ്ക്കാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിലൊരു ചെറിയ കളർ വ്യത്യാസമുള്ളൂ. ഈ ആൽബർട്ട് സ്റ്റെയിനൊക്കെ ആണെങ്കിൽ ഗ്രീൻ ഗ്രാന്യൂൾ അപ്പിയറൻസ് ആയിരിക്കും, പോണ്ടേഴ്സിലാണെങ്കിൽ ഒരു ബ്ലൂ കളർ, അങ്ങനത്തെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. കോമൺലി നമ്മളിത് രണ്ടും ഈ ഗ്രാം പോസിറ്റീവ്, ഈ റോഡ് ഷേപ്ഡ് അങ്ങനത്തെ ഒക്കെ ഓർഗാനിസംസ്, ക്ലബ്ഡ് റോഡ് ഷേപ്ഡ് വരുന്ന ഓർഗാനിസംസിനാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. രണ്ടും കോർണിയം ബാക്ടീരിയം ഡിഫ്തീരിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ദെൻ ടൈഫോയിഡ് ഫീവർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ്? എൻഡമിക്, എപ്പിഡമിക്, പാൻഡമിക്, സ്പൊറാഡിക്. പറഞ്ഞോ. പറഞ്ഞു, ഇത് കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. എൻഡമിക്, എപ്പിഡമിക്, സ്പൊറാഡിക്, പാൻഡമിക്. ഓക്കെ, ഇനി നോക്കാം. സോ ദ ആൻസർ ഈസ് എൻഡമിക്. ഓക്കെ, ഇപ്പൊ അതായത് ഇവിടെ ജസ്റ്റ് നോർക്കുക. എൻഡമിക് എന്ന് പറഞ്ഞാൽ നമുക്ക് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസീസ് ഇപ്പം ഒരു കോൺസ്റ്റന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ജിയോഗ്രാഫിക്കൽ ഏരിയയിൽ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനിൽ ഒരു അറ്റ് എ പ്രഡിക്റ്റബിൾ ലെവൽ അത് അവിടെ കോൺസ്റ്റന്റ്ലി പ്രസന്റ് ആണ്. അങ്ങനെയാണ് നമ്മൾ ആ എൻഡമിക് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം മലേറിയ നമുക്ക് പറയാം, അതൊരു ടൈഫോയിഡ്, അപ്പൊ അതൊരു എൻഡമിക് ഡിസോർഡർ ആണ്. അപ്പൊ അത് പെർട്ടിക്കുലർലി അവിടെ ആ ഒരു വിഭാഗത്തിൽ, ആ ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയയിൽ ഉണ്ട്. ഇനി രണ്ടാമത് നമ്മൾ പറയുന്നതാണ് എപ്പിഡമിക്. അപ്പം എപ്പിഡമിക് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സഡൻലി, ഇപ്പൊ ഒരു ലോക്കലൈസ്ഡ് ഔട്ട് ബ്രേക്ക് ആണ്. ലോക്കലൈസ്ഡ് ഔട്ട് ബ്രേക്ക് സോ ദാറ്റ് എക്സീഡ് ദ എക്സ്പെക്ടഡ് നോം. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കോമൺ ആയിട്ട് സഡൻ ആയിട്ട് കേസസ് ഇൻക്രീസ് ചെയ്ത് വരികയാണ്. ഇപ്പം ഒരു നോർമൽ പോപ്പുലേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് വരികയാണ്, എപ്പിഡമിക് എന്ന് പറയും. അപ്പൊ അവിടെ എന്ന് പറയുമ്പോൾ ഡെങ്കു ഫീവർ, ഇപ്പൊ മൺസൂൺ കഴിയുമ്പം ഡെങ്കു ഫീവർ നമുക്ക് കേരളത്തിൽ ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ അതൊരു എപ്പിഡമിക് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്കിത് എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കും. ഇപ്പം മീസൽസിന്റെ ഒക്കെ ഔട്ട് ബ്രേക്സ്, ഇപ്പം അണ്ടർ ഇമ്മ്യൂണൈസ്ഡ് കുട്ടികളിൽ മീസിൽസ് ഔട്ട് ബ്രേക്ക് കൂടുന്നു. ഇറ്റ്സ് ആൻ എപ്പിഡമിക്. ദ നെക്സ്റ്റ് ഈസ് പാൻഡമിക്. പാൻഡമിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദാറ്റ് ഇസ് ഓവർ മൾട്ടിപ്പിൾ കൺട്രീസ് വേൾഡ് വൈഡ്. ഇപ്പൊ നമുക്ക് പാൻഡമിക്കിൽ നമുക്ക് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നതാണ് നമ്മുടെ COVID-19, അല്ലെ? ഇപ്പോഴാണ് March 20 COVID-19 പാൻഡമിക് ആയിട്ട് പ്രഖ്യാപിക്കുന്നത്, ഡിക്ലെയർ ചെയ്തു. പിന്നെ നമ്മുടെ ഈ H1N1 ഇൻഫ്ലുവൻസ, അങ്ങനത്തെയൊക്കെ വേൾഡ് വൈഡ് മൾട്ടി കോണ്ടിനെന്റ് സ്പ്രെഡിനെയാണ് നമ്മൾ പാൻഡമിക് എന്ന് പറയുന്നത്. ദെൻ സ്പൊറാഡിക് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുന്നത്, ഇറഗുലർ ആയിട്ട് അല്ലെങ്കിൽ ഇൻഫ്രീക്വന്റ് ആയിട്ട് വരുന്നു ഡിസീസസ്. ഇടയ്ക്ക് ഒക്കേഷനലിയോ അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടോ അല്ലെങ്കിൽ ഇൻഫ്രീക്വന്റ് ആയിട്ടോ ഒക്കെ വരും. അപ്പൊ സ്കാറ്റേർഡ് ആയിട്ട് വരും, നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു നോൺ പ്രെഡിക്റ്റബിൾ പാറ്റേണിൽ വരുന്നതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടെറ്റനസ്, ചില വില്ലേജസിൽ ടെറ്റനസ് കേസ്, അല്ലെങ്കിൽ റാബീസ് സർട്ടൻ ഏരിയാസിൽ റാബീസ്. അപ്പൊ ആ രീതിയിൽ വരുന്നതാണ് നമ്മൾ സ്പൊറാഡിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾസ് വെച്ച് ഓർക്കുക. എൻഡമിക് എന്ന് പറയുമ്പോൾ വി ക്യാൻ എക്സ്പെക്റ്റഡ്, എപ്പിഡമിക് എന്ന് പറയുമ്പോൾ ലോക്കലി എക്സസ് ആയിട്ട് വരുന്നത്, സ്പൊറാഡിക് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഒരു സ്കാറ്റേർഡ് ആയിട്ട് വരുന്നു. പാൻഡമിക് എന്ന് പറയുമ്പോൾ അതായത് വേൾഡ് വൈഡ് വരുന്നു. അപ്പൊ ആ രീതിയിൽ ഇത് എന്തായാലും ഒന്ന് ഓർത്ത് വെക്കുക, ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അപ്പൊ ഇനിയുള്ള ഈ ദിവസങ്ങളിൽ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ടോപ്പിക്സ്, ഏരിയാസ് ഒക്കെ ഒന്ന് നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് പോവാം. പിന്നെ നിങ്ങൾ പ്രീവിയസ് MCQs അറ്റൻഡ് ചെയ്തത് വീണ്ടും 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 അറ്റൻഡ് ചെയ്യാം. അപ്പൊ കുറച്ചും കൂടി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് തന്നെ റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസിലൂടെ പോവുക. നിങ്ങളുടെ അന്ന് നിങ്ങൾ ബ്രീഫ് ചെയ്തത്, നിങ്ങൾ ഷോർട്ട് നോട്ട് ആക്കി വെച്ചതൊക്കെ റിവൈസ് ചെയ്ത് പോവാം. മാക്സിമം MCQs നിങ്ങൾ ചെയ്തതായിക്കോട്ടെ, കുഴപ്പമില്ല, വീണ്ടും വീണ്ടും നിങ്ങൾ അതൊക്കെ ഒന്നും കൂടെ ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് റെഡി ആവുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എനിവേ താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ, എനിവേ താങ്ക് യു.